نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد فيقول المصنف الإمام المجدد الشيخ محمد بن عبد الوهاب رحمه الله في كتابه الماتع كتاب التوحيد باب من الإيمان بالله الصبر على أقدار الله وقوله تعالى ومن يؤمن بالله يهد قلبه والله بكل شيء عليم قال علقمة هو الرجل تصيبه المصيبة فيعلم أنها من عند الله فيرضى ويسلم. وفي صحيح مسلم عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال اثنتان في الناس هما بهم كفر الطعن في النسب والنياحة على الميت. ولهما عن ابن مسعود مرفوعا ليس منا من ضرب الحدود وشق الجيوب ودعا بدعوى الجاهلية. وعن أنس أن رسول الله صلى الله عليه وسلم قال إذا أراد الله بعبده الخير عجل له العقوبة في الدنيا وإذا أراد الله بعبده الشر أمسك عنه بذنبه حتى يوافي به يوم القيامة. وقال النبي صلى الله عليه وسلم إن عظم الجزاء مع عظم البلاء وإن الله تعالى إذا أحب قوما ابتلاهم فمن رضي فله الرضا ومن سخط فله السخط. حسنه الترمذي. فيه مسائل: الأولى تفسير آية التغابن، الثانية أن هذا من الإيمان بالله، الثالثة الطعن في النسب، الرابعة شدة الوعيد في من ضرب الحدود وشق الجيوب ودعا بدعوى الجاهلية، الخامسة علامة إرادة الله بعبده الخير، السادسة علامة إرادة الله بعبده الشر، السابعة علامة حب الله للعبد، الثامنة تحريم السخط، التاسعة ثواب الرضا بالبلاء. സഹോദരന്മാരെ, മുസന്നിഫ് റഹിമഹുല്ലാ കിതാബ് തൗഹീദിൽ 34-ാമത്തെ അധ്യായമായി എടുത്തു ചേർത്തിട്ടുള്ളത് മിനൽ ഈമാനി ബില്ലാഹി അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്. മിനൽ ഈമാനി ബില്ലാഹി അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ്
അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി എന്താണോ അതിൽ സ്വബർ കാണിക്കുക എന്നുള്ളത്. നമുക്കറിയാം കിതാബ് തൗഹീദിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് തൗഹീദിന്റെ ഫളായിലുകളെ സംബന്ധിച്ച് വിശദീകരിച്ചു. ശിർക്കിന്റെ ഗൗരവത്തെ സംബന്ധിച്ച് പിന്നീട് വിശദീകരിച്ചു. അങ്ങനെയുള്ള ആമുഖമായ 4-5 അധ്യായങ്ങൾ കഴിഞ്ഞതിന് ശേഷം മസായിലു തൗഹീദ്, തൗഹീദിന്റെ മസ്അലകളാണ് തഹ്രീർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു അധ്യായത്തിൽ ചിലപ്പോൾ ഒന്നിലധികം മസ്അലകൾ മുസന്നിഫ് റഹിമഹുല്ലാഹ് തഹ്രീർ ചെയ്ത് പറയുകയാണ് പതിവ്. 34-ാമത്തെ അധ്യായത്തിൽ തൗഹീദിന്റെ മസ്അലകളിൽപ്പെട്ടതാണ്, അല്ലാഹുവിലുള്ള ഈമാനിൽപ്പെട്ടതാണ് അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയിട്ടുള്ളത്, അല്ലാഹു നമുക്ക് വിധിച്ചിട്ടുള്ളത് എന്തായിരുന്നാലും അതിനോട് സ്വബർ കാണിക്കുക എന്നുള്ളത്. സ്വബർ കാണിക്കാതിരിക്കുന്നത് തൗഹീദി വിശ്വാസത്തിന് വിരുദ്ധവും. എന്നാൽ അല്ലാഹുവിന്റെ അഖ്ദാറുകളിൽ സ്വബർ കാണിക്കുന്നത് തൗഹീദി വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതുമാണ്. ഇതാണ് കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനുള്ള തെളിവുകളും ഇമാമുകൾ നൽകിയിട്ടുള്ള ബയാനുകളുമാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒരു കാര്യം, ഒരു വിധി, അത് ചിലപ്പോൾ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നു, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ശരി, ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് സുഖകരമായിരിക്കും, ജീവിതത്തിൽ പല കാര്യങ്ങളും നമുക്ക് പ്രയാസകരമായിരിക്കും. രണ്ടും അള്ളാഹുവിന്റെ തീർപ്പാണ്. അവൻ മുൻനിർണയം ചെയ്തിട്ടുള്ള അവന്റെ ഖളാഅാണ്, അവന്റെ ഖദറാണ്. അവൻ നമുക്ക് കണക്കാക്കിയിട്ടുള്ള കാര്യം ഏതായിരുന്നാലും അത് ക്ഷമിക്കുകയും സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങുകയും ചെയ്യുക എന്നുള്ളത് തൗഹീദിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ്. മറിച്ച് അതിൽ അക്ഷമ കാണിക്കുന്നത്, അതിൽ തൃപ്തി കാണിക്കാതിരിക്കുന്നത്, അതിൽ പരിഭവപ്പെടുന്നത് തൗഹീദിലുള്ള വിശ്വാസത്തിൽ കുറവുമാണ്. ഈ കാര്യമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ അധ്യായത്തിൽ സമർപ്പിക്കുന്നത്. അതിന് തെളിവായി ആദ്യമായി എടുത്തു ചേർത്തിട്ടുള്ളത് സൂറത്തു തഗാബുനിലുള്ള 11-ാമത്തെ ആയത്താണ്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഈ ആയത്താണ് ഇതിന്റെ തെളിവായി കൊടുത്തത്. പെട്ടെന്നൊരാൾ ഈ ആയത്തിന്റെ മലയാള പരിഭാഷ നോക്കിയാൽ ഈ ആയത്തും ഈ അധ്യായവും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്ന് മനസ്സിലായി കിട്ടില്ല. അതിലെവിടെയാണ് സ്വബർ, അതിലെവിടെയാണ് സ്വബർ കാണിക്കുന്നത്? അസ്സബ്റു അലാ അഖ്ദാരില്ലാഹ്, അല്ലാഹുവിന്റെ മുൻനിർണയത്തിന്, അവന്റെ ഖദറിന് ക്ഷമ കാണിക്കുന്നത് തൗഹീദിലുള്ള വിശ്വാസത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്, തൗഹീദിന്റെ മസായിലിൽപ്പെട്ടതാണ് എന്നെവിടെ നിന്നാണ് മനസ്സിലാവുക എന്ന് തോന്നിപ്പോകും. മറിച്ച് സ്വബറിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും ഓരോന്ന് വായിച്ചാൽ ആ കാര്യങ്ങൾ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് സ്വഹാബത്ത് മനസ്സിലാക്കിയതുപോലെ നമ്മളും ഗ്രഹിക്കാൻ തുടങ്ങിയാൽ ഒരു സംശയവുമില്ലാതെ നമുക്ക് ബോധ്യപ്പെടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിരിക്കുന്ന വിധിയിൽ തൃപ്തി കാണിക്കുന്നതും ക്ഷമ കാണിക്കുന്നതും അവനിലുള്ള വിശ്വാസത്തിന്റെ, അവന്റെ തൗഹീദിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നത് നമുക്ക് ബോധ്യപ്പെടും. വിശുദ്ധ ഖുർആനിൽ 90 സ്ഥലങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വബറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം അഹ്മദ് തന്നെ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല പ്രശസ്തമായ ഒരു ഹദീസ് ഇമാം നവവി അദ്ദേഹത്തിന്റെ അർബഈനയിലും
അതുപോലെ തന്നെ ഇമാം മുസ്ലിം, ഇമാം അഹ്മദ് പോലുള്ളവർ റിവായത്ത് ചെയ്തിട്ടുള്ളതുമായ ഹദീസ്, ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അസ്വബ്റു റിയാ, സ്വബ്ർ എന്ന് പറയുന്നത് റിയാ ആണ്. ഹദീസ് അബീ മാലിക് അൽ-അശ്അരി റളിയല്ലാഹു അൻഹു, അത്തുഹൂറു ശത്റുൽ ഈമാൻ, തുഹൂർ ശത്റുൽ ഈമാനാണ്. വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ, അൽഹംദുലില്ലാഹ് എന്നുള്ള വചനം അത് മീസാനിനെ നിറക്കുന്നതാണ്. വസുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി ഔ തംലഉ മാ ബൈന അസ്സമാവാതി വൽ അർദ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് എന്നീ രണ്ട് ദിക്റുകൾ, അവ രണ്ടും മാ ബൈന അസ്സമാഇ വൽ അർദ്, സമാവാതി വൽ അർദ്, ആകാശങ്ങൾക്കും ഭൂമിക്കുമിടയിലുള്ള മുഴുവൻ സ്ഥലത്തെയും നിറക്കാൻ മാത്രം പര്യാപ്തമാണ്. വസ്സലാത്തു നൂർ, സ്വലാത്ത് പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാൻ, സ്വദഖ എന്ന് പറയുന്നത് ഒരു ബുർഹാൻ, രേഖയാണ്, തെളിവാണ്. വസ്സബ്റു റിയാ, സ്വബ്ർ എന്ന് പറയുന്നത് വെളിച്ചമാണ്, ഹൃദയത്തിനുള്ള വെളിച്ചം. വൽ ഖുർആൻ ഹുജ്ജത്തുൻ ലക ഔ അലൈക്, ഈ വിശുദ്ധ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായ തെളിവായിരിക്കും, അല്ലെങ്കിൽ നിനക്കുള്ള എതിർ തെളിവായിരിക്കും. കുല്ലുന്നാസി യഗ്ദു, മനുഷ്യരെല്ലാവരും പ്രഭാതത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഫബായിഉൻ നഫ്സഹ്, എന്നിട്ട് സ്വന്തം ശരീരത്തെ അയാൾ വിൽപ്പന ചെയ്യുന്നു. ഫമുഅ്തിഖുഹാ ഔ മുബിഖുഹാ, ഒന്നുകിൽ അദ്ദേഹം തന്റെ നഫ്സിനെ മോചിപ്പിക്കും, അല്ലെങ്കിൽ തന്റെ നഫ്സിനെ അയാൾ നശിപ്പിക്കും. വളരെ അതിലെ ഓരോ മുഫ്രദാത്തുകളും ഓരോ ദർസിൽ പറഞ്ഞാൽ തീരാത്ത അത്രയുമധികം മആനികൾ, ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഹദീസ്. ആ ഹദീസിൽ അസ്വബ്റു റിയാ, ക്ഷമയെ സംബന്ധിച്ച് പറഞ്ഞു സ്വബ്റു റിയാ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം മാ ഉഅ്തിയ അഹദുൻ അതാഅൻ ഖൈറൻ വഔസഅ മിന അസ്വബ്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും തന്നെ ഒരു ഖൈർ നൽകിയിട്ടില്ല. വഔസഅ, വളരെ വിശാലത, സമൃദ്ധമായ വിശാലമായിട്ടുള്ള ഒരു കാര്യം, ഒരു സമൃദ്ധമായ വിശാലമായ ഒരു ഖൈർ അല്ലാഹു നൽകിയിട്ടില്ല. മിന സ്വബ്ർ, സ്വബ്റിനേക്കാൾ. അല്ലാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വിശാലമായിട്ടുള്ളത്, ഏറ്റവും സമൃദ്ധമായിട്ടുള്ളത്, ഏറ്റവും ഖൈറായിട്ടുള്ളത് അത് ക്ഷമയാണ്. അതിനേക്കാൾ ഖൈർ വഔസഅ ആയിട്ടുള്ള മറ്റൊരു നിഅമത്തില്ല എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നതായിട്ട് നമുക്ക് കാണാം വജദ്നാ ഖൈറ ഐശിനാ ബിസ്സബ്ർ. ഞങ്ങളുടെ അനുഭവം, അഥവാ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ അനുഭവമാണ് പറയുന്നത്. ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ അനുഭവിച്ചത്, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഖൈറായ ജീവിതം അത് സ്വബ്റിലൂടെ, ക്ഷമയിലൂടെ നേടുന്ന ജീവിതമാണ് ഞങ്ങൾ എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു ഇന്ന സ്വബ്റ മിനൽ ഈമാൻ ബിമൻസിലത്തി റഅസ് മിനൽ ജസദ്. അവിടെയാണ് കാര്യം. ഒരു ശരീരത്തിൽ തലയ്ക്ക് അല്ലെങ്കിൽ ശിരസ്സിന് എന്ത് സ്ഥാനമാണോ ഉള്ളത് അതേപോലെയാണ് ഈമാനിന്റെ മൊത്തം കാര്യങ്ങളെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഈമാനിൽ സ്വബ്റിനുള്ള സ്ഥാനം ശരീരത്തിൽ തലക്കുള്ളത് പോലെയാണ്. പിന്നീട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉച്ചത്തിൽ പറഞ്ഞു അലാ ഇന്നഹു ലാ ഈമാന ലിമൻ ലാ സ്വബ്റ ലഹു. അറിയുവീൻ, സ്വബ്റില്ലാത്ത ഒരു മനുഷ്യന് ഈമാനില്ല. സ്വബ്റില്ലാതിരിക്കുക എന്നത് ഈമാനിന്റെ നിരാസമാണ് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. എന്താണ് സ്വബ്ർ? സ്വബറ യസ്ബിറു, ഈ മൂന്നക്ഷരം അതിന്റെ അസ്ലു മഅനൻ അൽ ഹബ്സ് വൽ മൻഅ, തടഞ്ഞു വെക്കുക. മൻഅ,
മുടക്കി വെക്കുക, തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സബർ ഖുർആനിലും ഹദീസിലും ഈ പദം പ്രയോഗിക്കുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് 3 തരത്തിലുള്ള കാര്യങ്ങളാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, സബറുൻ അലാ മാ അമറഹുല്ലാഹ് അലാ മാ അമറഹുല്ലാഹു ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ള കാര്യം, ആ കാര്യം ചെയ്യാൻ, അത് നിത്യമായി ചെയ്യാൻ ഒരുപക്ഷെ മനസ്സ് നമ്മെ അനുവദിക്കില്ല. മനസ്സ് അതിൽ നിന്ന് തെന്നിമാറി കുതറിമാറിപ്പോകും. ആ സമയത്ത് മനസ്സിനെ അള്ളാഹുവിന്റെ കൽപ്പനകളിൽ തളച്ചിടുക, തടഞ്ഞു വെക്കുക, ഇതാണ്. രണ്ടാമത്തേത് പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് ഉതിർന്നു പോകാൻ, അതിലേക്ക് ഊരിച്ചാടി ചെല്ലാൻ മനുഷ്യന്റെ മനസ്സ് വ്യഗ്രത കാണിക്കുന്നു, വെമ്പൽ കൊള്ളുന്നു. എന്നാൽ ആ മുഹറമാത്തുകളിലേക്ക്, മൻഹിയാത്തുകളിലേക്ക്, വിലക്കപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാൻ അനുവദിക്കാതെ മനസ്സിനെ തടഞ്ഞു വെക്കുക എന്നുള്ളത്, അതാണ് സബറിന്റെ രണ്ടാമത്തെ ഇനം. മൂന്നാമത്തേത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ചില മുസീബത്തുകൾ, ചില ബുദ്ധിമുട്ടുകൾ മുൻനിർണയപ്രകാരം അവൻ കണക്കാക്കിയിട്ടുണ്ട്. അത് ഭവിക്കുക തന്നെ ചെയ്യും. അത് ഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് പരിഭവപ്പെടാതെ, അതിൽ അതൃപ്തി രേഖപ്പെടുത്താതെ ആ കാര്യത്തെ സ്വീകരിക്കുന്നതിന് മനസ്സിനെ തടഞ്ഞു വെച്ച് നിയന്ത്രിച്ച് പാകപ്പെടുത്തുക, ഈ 3 കാര്യങ്ങളാണ് സബർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതിൽ മൂന്നാമത് പറഞ്ഞിട്ടുള്ള കാര്യം പ്രത്യേകിച്ച് അതാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്താണോ കണക്കാക്കിയത്, ആ കണക്കാക്കിയ കാര്യത്തെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുന്നു. അതിൽ യാതൊരു തരത്തിലുള്ള തവജ്ജുറും തസഖുത്തും, അതിനോട് ദേഷ്യമോ വെറുപ്പോ പരിഭവമോ ഒന്നും രേഖപ്പെടുത്താതെ അത് പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കുക, അതിന്മേൽ മനസ്സിനെ പാകപ്പെടുത്തി തടഞ്ഞു വെച്ച് തളച്ചിടുക എന്നുള്ളത്, അതാണ് അസ്സബ്ർ അനിത്തസഖുത്തി ഫീമാ ഖദ്ദറഹു അല്ലാഹു തആല ലഹു. ഇതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ കാര്യത്തിലേക്കുള്ള തെളിവായി മുസന്നിഫ് റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞു, സൂറത്തു തഗാബിനുള്ള ആയത്ത്, വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ. ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ യഹ്ദി ഖൽബഹു, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് അല്ലാഹു നേർവഴി കാണിച്ചു കൊടുക്കും. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിവുള്ളവനാണ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ആയത്തിന്റെ തുടക്കം മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇസ്നില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ നിന്ന് തുടങ്ങിക്കൊണ്ട് വേണം ഈ ആയത്ത് വായിക്കാനും മനസ്സിലാക്കാനും. വമാ അസാബ മിൻ മുസീബത്തിൻ, യാതൊരു ആപത്തും ബാധിക്കുന്നില്ല, ഇല്ലാ ബിഇസ്നില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻനിർണയപ്രകാരം അവൻ തീർച്ചപ്പെടുത്തിയതനുസരിച്ചല്ലാതെ, അവന്റെ പ്രത്യേകമായ അനുമതിയോട് കൂടിയല്ലാതെ ഒരു മുസീബത്തും ഒരു വ്യക്തിക്കും ഒരിടത്തും സംഭവിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുസീബത്ത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് അല്ലാഹു മുൻകൂട്ടി നിശ്ചയിക്കുകയും കണക്കാക്കുകയും ചെയ്തത് പ്രകാരം മാത്രമാണ് സംഭവിക്കുന്നത്. എന്നിട്ടാണ് പറയുന്നത്, വമൻ യഹ്ദി ഖൽബ വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുന്ന പക്ഷം യഹ്ദി ഖൽബ, അയാളുടെ ഹൃദയത്തിന് അല്ലാഹു ഹിദായത്ത് നൽകും. വല്ലാഹു ബികുല്ലി ശൈഇൻ അലീം, അല്ലാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും സൂക്ഷ്മമായി അറിവുള്ളവനാണ്. ഇതിന്റെ അർത്ഥം ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്ത്, മാ അസാബതുഹു മുസീബ,
ഒരു അടിമക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപത്ത് ബാധിച്ചാൽ ഫഅലിം, അയാൾ അറിയുന്നു, അയാൾ ശരിക്കും മനസ്സിലാക്കുന്നു, അന്നഹാ ബിഖളാഇല്ലാഹി വഖദരി, എനിക്കിത് ബാധിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ അറിവ് പ്രകാരമാണ്, അവന്റെ മുൻനിർണയം പ്രകാരമാണ്, അവന്റെ തീർപ്പ്, അവന്റെ ഖദർ പ്രകാരം മാത്രമാണ് എനിക്ക് ഈ മുസീബത്ത് ബാധിച്ചിട്ടുള്ളത്. അതിനാൽ ഫസ്ബർ, അള്ളാഹു എന്താണോ എനിക്ക് കണക്കാക്കിയത് അത് വൈമനസ്യമില്ലാതെ, മുഷിപ്പില്ലാതെ, പരിഭവമില്ലാതെ പൂർണ്ണ മനസ്സോട് കൂടിയിട്ട് ഞാൻ അത് സ്വീകരിച്ചേ പറ്റൂ. എന്നിട്ട് ആ കാര്യം, അള്ള കണക്കാക്കിയ കാര്യത്തെ സ്വീകരിക്കുന്നതിൽ മനസ്സിനെ അയാൾ തളച്ചിടുന്നു. അത് ക്ഷമിക്കുന്നതിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിന്റെ വിധിക്ക് അയാൾ കീഴ്പ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഹിദായത്ത് നൽകും. ആ സബർ അദ്ദേഹത്തിന്റെ മനസ്സിന് ഒരു നല്ല ഹിദായത്ത് നൽകും. എന്താണ് ആ ഹിദായത്ത്? അള്ളാഹുവിന്റെ ഖദറിലും ഖദറിലുമുള്ള ഉറച്ച വിശ്വാസമാണ്. ഖദർ ഖദർ എന്ന് പറയുന്നത്, തഖ്ദീർ എന്ന് പറയുന്നത് തൗഹീദിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇത് അള്ളാഹു മാത്രമേ, എനിക്കൊരു ഉപകാരം വരുന്നുവെങ്കിൽ അത് അള്ളാഹു തീരുമാനിച്ചത് പ്രകാരം മാത്രമേ നടക്കൂ. എനിക്കൊരു ഉപദ്രവം വരുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ മുൻനിർണയപ്രകാരം മാത്രമാണ്. അതിനാൽ ഉപകാരം ചെയ്യുന്നവനും ഉപദ്രവം വരുത്തുന്നവനുമായി അവനല്ലാതെ മറ്റാരും തന്നെയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു ഖൈർ നൽകിയാൽ അത് അള്ളാഹുവിന്റെ തീർച്ചപ്രകാരമാണ്. അൽഹംദുലില്ലാഹ് അല്ലദീ ബിനിഅ്മതിഹി തത്തിമ്മു സ്വാലിഹാത്ത്. അതല്ല, എനിക്കൊരു മുസീബത്താണ് അള്ളാഹു വിധിച്ചത് എങ്കിൽ അതിന് അള്ളാഹുവിന്റെ ചില പ്രത്യേക ഹിക്മത്തുകൾ ഉണ്ടാകും. അവന്റെ ഹിക്മത്ത് പ്രകാരമാണ് അവനെനിക്ക് ഈ ദോഷം വിധിച്ചത്, ഈ മുസീബത്ത് വിധിച്ചത്. പക്ഷെ അതിന്റെ ഹിക്മത്തുണ്ടാകും. ഞാനത് ക്ഷമിക്കുന്നു, സഹിക്കുന്നു, പൂർണ്ണ മനസ്സോടുകൂടി ഞാനത് സ്വീകരിക്കുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിന് അത് ക്ഷമിക്കാൻ, അത് അള്ളാഹുവിന്റെ തഖ്ദീർ ഉൾക്കൊള്ളാൻ, അവന്റെ തൗഹീദ് അംഗീകരിക്കാൻ ആ മനുഷ്യന്റെ മനസ്സിന് അള്ളാഹു വെളിച്ചമേകുന്നു. വഅവ്വദഹു അമ്മാ ഫാതഹു മിനദ് ദുനിയ. മാത്രമല്ല, ഈ ദുനിയാവിൽ നിന്ന് അയാൾക്ക് നഷ്ടപ്പെട്ടതിന് പകരമായി അള്ളാഹു നൽകുന്നത് ഹുദൻ ഫീ ഖൽബിഹി, മനസ്സിലുള്ള ഈ സന്മാർഗബോധമാണ്. അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ഏകത്വത്തെക്കുറിച്ച്, അവന്റെ തഖ്ദീർ വിധിവിലക്കുകളെ കുറിച്ച്, അവന്റെ ഖദറിനെ കുറിച്ച്, മുൻനിർണയത്തെക്കുറിച്ച്, അതുപോലെ തന്നെ അവൻ തനിക്ക് നൽകിയിരിക്കുന്ന ഈ മുസീബത്താണെങ്കിൽ മുസീബത്ത്, ഖൈറാണെങ്കിൽ ഖൈർ, അത് തട്ടിമാറ്റാൻ ആർക്കും സാധ്യമല്ല. അതിനാൽ അവനെന്തോ വിധിച്ചത്, ആ വിധിച്ചതിന്റെ പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റുവാങ്ങുക എന്നതല്ലാതെ വേറെ നിവൃത്തിയില്ല. ആ സന്ദർഭത്തിൽ അയാളുടെ ഹൃദയത്തിൽ അല്ലാഹു ഈ തൗഹീദിലും തഖ്ദീറിലുമുള്ള വിശ്വാസം, അതിലേക്കുള്ള ഹിദായത്ത് പകരം നൽകുന്നു. വയഖീനൻ സ്വാദിഖൻ, സത്യസന്ധമായ ഒരു യഖീൻ, വിശ്വാസം, ഉറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം അയാളുടെ മനസ്സിന് അല്ലാഹു നൽകുന്നു. വഖദ് യുഖ്ലിഫുല്ലാഹു അലൈഹി ഫിദ്ദുനിയ മാ കാന അഖദഹു മിൻ ഔ ഖൈറൻ മിൻ. ചിലപ്പോൾ ഈ ക്ഷമക്കുള്ള പ്രതിഫലം തൗഹീദിലും തഖ്ദീറിലുമുള്ള ഈമാനും സ്വാദിഖ്, യഖീനും സ്വാദിഖിന്റെ പുറമെ ദുനിയാവിൽ തന്നെ അതിന് പകരം ഒരു നന്മ അല്ലാഹു വേറെ നൽകിയെന്ന് വരാം. അല്ലെങ്കിൽ അതിനേക്കാളും അയാൾക്ക് എന്താണോ ഈ മുസീബത്തിലൂടെ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഖൈറായ മറ്റൊന്ന് അല്ലാഹു നൽകി എന്ന് വരികയും ചെയ്യാം. വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അഥവാ ഒരു മനുഷ്യന് മുസീബത്താണ് ബാധിച്ചതെങ്കിൽ അത് വെറുതെ അവനെ പിടികൂടുന്നതല്ല, മറിച്ച് അത് അല്ലാഹുവിന്റെ ആദിയായ ഇൽമിൽ രേഖപ്പെട്ട കാര്യമാണ് അയാളെ ബാധിക്കുന്നത്. അത് തന്നെയും അള്ളാഹുവിന്റെ പ്രത്യേകമായ മശീഅത്തോടു കൂടിയാണ് അയാളെ ബാധിച്ചിട്ടുള്ളത്. അയാൾക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്ത് വെറുതെ ഒരു മുസീബത്തായിട്ടല്ല, മറിച്ച് അൽ മുതളമ്മിൻ ലിഹിക്മത്തി, അതിന് അള്ളാഹുവിന്റെ ചില പ്രത്യേകമായ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, ഹിക്മത്തുകളുണ്ട്.
വദാലിക യൂജിബു സ്വബ്ർ വറിള. ഇത് മനസ്സിലാക്കുമ്പോൾ, തൗഹീദും തഖ്ദീറും മനസ്സിലാക്കുമ്പോൾ ആ മുസീബത്ത് ഉൾക്കൊള്ളാനും തൃപ്തിപ്പെടാനും അയാളെ അത് നിർബന്ധിക്കും. അത് അയാൾക്ക് തൃപ്തിപ്പെടാതിരിക്കാൻ, അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുകയുമില്ല. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. ആയത്തിന്റെ അർത്ഥം വളരെ ഇബ്നു ജരീർ അത്വബരി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ കൃത്യമായി അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കിയില്ലെങ്കിൽ അതൊരാളും തെറ്റിദ്ധരിക്കുക ചെയ്യും. അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം താഴെ തന്നെ നൽകിയിട്ടുണ്ട്. ഖാല അൽഖമതു, അൽഖമ പറഞ്ഞു. ആരാണ് അൽഖമ? അൽഖമ എന്ന് പറയുന്നത് അൽഖമത്ത് ഇബ്നു ഖൈസ് ഇബ്നു അബ്ദില്ലാഹ് അൻ-നഖഈ അൽ-കൂഫി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹം ജനിച്ചിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹിനെ അദ്ദേഹം കണ്ടിട്ടില്ല, സ്വഹാബിയല്ല. وسمع من أبي بكر وعمر وعثمان وعلي وسعد وابن مسعود وعائشة وغيرهم. സ്വഹാബത്തിൽപ്പെട്ട കിബാറുകളിൽ നിന്നെല്ലാം തന്നെ, അബൂബക്കറിൽ നിന്ന്, ഉമറിൽ നിന്ന്, ഉസ്മാനിൽ നിന്ന്, അലിയിൽ നിന്ന്, ആയിഷയിൽ നിന്ന് തുടങ്ങിയുള്ള, ഇബ്നു മസ്ഊദ് തുടങ്ങിയുള്ള സഹാബിമാരിൽ നിന്നൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ട്. വഹുവ മിൻ കിബാരിസ് താബിഈൻ. രണ്ടാം തലമുറയിലെ ഏറ്റവും മുതിർന്ന പണ്ഡിതന്മാരിൽപ്പെട്ട ആളാണ് അൽഖമത്ത് ബിൻ ഖൈസ് അൻ-നഖഈ അൽ-കൂഫി. വഉലമാഇഹിം വസിഖാതിഹിം. താബിഈ വര്യന്മാരിലെ പണ്ഡിതന്മാരിൽ അഗ്രേസരനാണ്, സിഖാത്തുകളിൽ അഗ്രേസരനാണ്. അദ്ദേഹം ഏതാണ്ട് ഹിജ്റ 60-ാം വർഷത്തിന് ശേഷമാണ് അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുള്ളത്. അൽഖമ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഈ ആയത്തിന്റെ വ്യാഖ്യാനം. ഹുവർ റജുൽ. എന്താണ് ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വമൻ യുമിൻ ബില്ലാഹ് യഹ്ദി ഖൽബ. ആരാണ് അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അയാളുടെ ഹൃദയത്തിന് അല്ലാഹു ഹിദായത്ത് നൽകും എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ തുസീബുഹു അൽ മുസീബത്തു, തുസീബുഹു അൽ മുസീബത്തു, ആ മനുഷ്യന് ഒരു ആപത്ത് ബാധിക്കുന്നു. ഫയഅലം, അപ്പോൾ അയാൾ അറിയുന്നു, അന്നഹാ മിൻ ഇൻദില്ലാഹ്, എനിക്ക് മുസീബത്ത് ബാധിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ ആദിയായ ഇൽമിൽ രേഖപ്പെട്ട് കിടപ്പുള്ളതും അവന്റെ മശീയത്ത് പ്രകാരം എന്നിൽ പുലർന്നിട്ടുള്ളതും അത് അള്ളാഹുവിന്റെ തീർച്ചപ്രകാരം, ഖളാ ഖദർ പ്രകാരം എന്നെ ബാധിച്ചിട്ടുള്ളതുമാണ് എന്നയാൾ അറിയുന്നു, എന്നയാൾ വിശ്വസിക്കുന്നു. അതാണ് യുമിൻ ബില്ലാഹ് എന്നതിന്റെ അർത്ഥം. ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ ഒരു മുസീബത്ത് വന്നുപെടുന്ന സന്ദർഭത്തിൽ അയാൾ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അയാൾ മനസ്സിലാക്കുന്നത്, എന്നെ ബാധിച്ച ഈ കാര്യം അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. ഈ കാര്യം അവൻ ആദിയായ അവന്റെ ഇൽമിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അവന്റെ പ്രത്യേകമായ മശീയത്ത് പ്രകാരം എനിക്കിപ്പോൾ അത് ബാധിച്ചിരിക്കുകയാണ്. ഈ മുസീബത്ത് അല്ലാഹ് എനിക്ക് ബാധിപ്പിച്ചതിൽ അവന്റെ ഹിക്മ, വളരെ ഉദ്ദേശപൂർവമായ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നയാൾ അറിയുന്നു, വിശ്വസിക്കുന്നു. വമൻ യുമിൻ ബില്ലാഹ്, അങ്ങനെ ഈ കാര്യത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ ഈ ഖളാഇനെ കുറിച്ച്, ഈ ഖദറിനെ കുറിച്ച് വിശ്വസിക്കേണ്ട പ്രകാരം ഒരാൾ വിശ്വസിച്ചാൽ യഹ്ദി ഖൽബ, അതിനുള്ള സവാബ് അള്ളാഹു അയാൾക്ക് നൽകും. എന്താണുള്ള പ്രതിഫലം? യഹ്ദി, അയാളുടെ ഹൃദയത്തിന് അല്ലാഹു ഹിദായത്ത് നൽകും. അള്ളാഹ് അയാളുടെ ഹൃദയത്തിന് വെളിച്ചം നൽകിയാൽ അയാളുടെ മനസ്സിന് പൂർണ്ണ തൃപ്തി കൈവരികയാണ് ചെയ്യുക. ആ മുസീബത്ത് വരുമ്പോ വല്ലാത്ത അതുണ്ടാവില്ല. മറിച്ച് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, അൽഹംദുലില്ലാഹ് എനിക്ക് ഈ കാര്യം വന്നിട്ടുള്ളത് വളരെ ഹൈറായി എന്നാണ് അയാൾ കാണുക. കാരണം എന്തുകൊണ്ട്? അതിന്റെ ബാക്കി വിശദീകരണം കൂടി വരാനുണ്ട്. അയാളുടെ ഹൃദയത്തിന് അള്ളാഹ് കൊടുക്കുന്ന ഹിദായത്ത്, അള്ളാഹിന്റെ വിധിയെ സ്വീകരിക്കാനുള്ള പൂർണ്ണ തൃപ്തി മനസ്സിൽ നിറയും. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് അയാൾ സർവഥാ കീഴ്പ്പെടുകയും ചെയ്യും. അൽഖമയുടെ ഖൗല് വെച്ച് ആയത്ത് വ്യാഖ്യാനിക്കണം. അൽഖമ റളിയല്ലാഹു തആല അൻഹു റഹിമഹുല്ലാഹു തആല അൻഹു ഈ കാര്യം വിശദീകരിച്ചത് ഇതേ വാക്കുകളിൽ ഇബ്നു ജരീർ അത്വബരി ഉദ്ധരിക്കുന്നത് ഇപ്രകാരമാണ്.
അഅ്മശ് അബൂ റബിയാനിൽ നിന്ന് അദ്ദേഹം പറയുന്നു, കുന്നാ ഇൻദ അൽഖമ, ഞങ്ങളൊരിക്കൽ അൽഖമത്ത് ഇബ്നു ഖൈസിന്റെ മജ്ലിസിലായിരുന്നു. ഫഖുരിഅ അലൈഹി ഹാദിഹിൽ ആയ, അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ആരോ പാരായണം ചെയ്ത് കേൾപ്പിച്ചു. അഥവാ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു മുസീബത്ത് ഒരാൾക്ക് ബാധിക്കുകയാണെങ്കിൽ മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്, അതിനുശേഷം വമൻ യുമിൻ ബില്ലാഹ്, അങ്ങനെ ഒരാൾക്ക് ഒരു മുസീബത്ത് ബാധിക്കുന്ന സന്ദർഭത്തിൽ അയാൾ അല്ലാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യഹ്ദി ഖൽബ, അയാളുടെ ഖൽബിന് അല്ലാഹു ഹിദായത്ത് നൽകും എന്ന ആയത്ത് വായിച്ച് കേൾപ്പിക്കപ്പെട്ടപ്പോൾ ഫഖാൽ അൽഖമ, ആയത്ത് അവിടെയുള്ള തന്റെ സദസ്സിലുള്ള തന്റെ ശിഷ്യന്മാർക്ക് തഫ്സീർ ചെയ്തു കൊടുത്തത് ഇങ്ങനെയാണ്, ഹുവർ റജുൽ വമൻ യുമിൻ ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൽ ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അർറജുലു തുസീബുഹുൽ മുസീബ, ഒരു മനുഷ്യന് ജീവിതത്തിൽ ഒരു ആപത്ത് വരുന്നു. ഫയഅലമു അന്നഹാ മിൻ ഇൻദില്ലാഹ്, അയാൾ അറിയുന്നു, ഉറച്ചു വിശ്വസിക്കുന്നു ഇത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ആദിയായ ഇൽമിൽ മുൻകഴിഞ്ഞതും അവൻ ലൗഹിൽ രേഖപ്പെടുത്തിയതും അവന്റെ പ്രത്യേകമായ മശിയത്ത് പ്രകാരം ഇപ്പോൾ എന്നിൽ പുലർന്നിട്ടുള്ളതുമാണ്. ഇത് അള്ളാഹുവിങ്കൽ നിന്നുള്ളതാണ്. അപ്പോൾ അത് അദ്ദേഹം മനസ്സിലാക്കുകയും അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിക്കുകയും അവന്റെ തഖ്ദീർ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അയാളുടെ ഹൃദയത്തിന് അല്ലാഹു ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹ് കണക്കാക്കിയിട്ടുള്ള ആ കാര്യത്തോട് റിളയുണ്ടാകുന്നു, മനസ്സിൽ പൂർണ്ണ സംതൃപ്തി വന്ന് നിറയുന്നു. വയുസല്ലിം, അള്ളാഹ് കണക്കാക്കി തന്ന ആ കാര്യം പ്രത്യേകമായ ഒരു ഹിക്മത്തിന് വേണ്ടിയാണ്, അതെനിക്ക് ഹൈറാണ്, അതിനാൽ അള്ളാഹ് കണക്കാക്കിയ ആ മുസീബത്തിന് അയാൾ യുസല്ലിം സർവദാ കീഴ്പ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഇബ്നു ജരീർ റിവായത്ത് ചെയ്തിട്ടുള്ള വാക്കുകൾ. ഇനി ആയത്ത് കയ്യിലെ കിതാബുള്ളവരൊന്ന് വായിച്ചു നോക്കി. ആ ആയത്ത് അതിന്റെ പൂർണ്ണരൂപം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിന്റെ പൂർണ്ണരൂപം ഏതൊരു മുസീബത്ത് ബാധിച്ചാലും വെറുതെ ഒരു മുസീബത്ത് വന്നിട്ട് മേല് വീഴുന്നതല്ല, അത് അല്ലാഹുവിന്റെ ഇതിന് പ്രകാരം മാത്രമാണ്. അതവന്റെ ആദിയായ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുള്ളതാണ്. അതവൻ ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിനും 50,000 വർഷം മുമ്പ് അവൻ ലൗഹിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കാര്യമാണ്. അതതിന്റെ സന്ദർഭം വന്നപ്പോൾ അവന്റെ പ്രത്യേകമായ മശിയത്ത് പ്രകാരം അതാർക്കാണോ ബാധിക്കേണ്ടത് അയാളെ ബാധിക്കുകയും അയാളിൽ അത് പുലരുകയും ചെയ്തിട്ടുള്ളതാണ്. അത് അള്ളാഹു അയാൾക്ക് ആ കാര്യം നടത്തിക്കൊടുത്തത്, അങ്ങനെ ഒരു മുസീബത്തുണ്ടാക്കിയത് വെറുതെയല്ല. അതിന്റെ അള്ളാഹുവിന്റെ പ്രത്യേകമായ ഹിക്മ, സോദ്ദേശപൂർണമായ ചില ലക്ഷ്യങ്ങളുണ്ട്. ഈ കാര്യം ഇതൊരാൾ വിശ്വസിച്ചാൽ, ഇത് വെറുതെ തട്ടിത്തെറിച്ചെന്റെ തലയിൽ വീണതല്ല. അള്ളാഹ് ആദിയിൽ അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുള്ളതാണ്, അവൻ രേഖപ്പെടുത്തി വെച്ചതാണ്, അവന്റെ പ്രത്യേക മശിയത്ത് പ്രകാരം എന്നിൽ പുലരുന്നതാണ്. അത് പുലരുന്നത് എനിക്ക് ദോഷകരമല്ല, മറിച്ച് എനിക്കിപ്പോൾ ആ മുസീബത്ത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആത്യന്തികമായ വിശകലനത്തിലും പരിഗണനയിലും അതെനിക്ക് ഹൈറുമാണ്. അള്ളാഹ് പ്രത്യേകമായ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അതെന്നെ ബാധിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ യഹ്ദി ഖൽബ, ഇങ്ങനെയുള്ള ഈ ഈമാൻ, അള്ളാഹുവിന്റെ തൗഹീദിലും അവന്റെ തഖ്ദീറിലുമുള്ള ഈ ഈമാൻ ഒരാൾ ഉൾക്കൊണ്ടാൽ അയാളുടെ ഹൃദയത്തിന് അല്ലാഹു ഹിദായത്ത് നൽകും പ്രതിഫലമായിട്ട്. എന്താണ് ആ ഹിദായത്ത്? അർളിളാ വത്തസ്ലീം, അർളിളാ ബിഅഖ്ദാരില്ലാ വത്തസ്ലീമു ബിഅഖ്ദാരില്ലാ, അല്ലാഹുവിന്റെ ഖദറുകൾക്ക് പൂർണ്ണമായ തൃപ്തി കാണിക്കുക, അല്ലാഹുവിന്റെ ഖദറുകൾക്ക് പൂർണ്ണമായി കീഴ്പ്പെടുക എന്നുള്ളതാണ്. ഇതാണ് ആയത്ത്. ആയത്തും അതിന്റെ വ്യാഖ്യാനവും അൽഖമയിൽ നിന്നുള്ള അൽഖമ ബയാൻ ചെയ്തിട്ടുള്ള അതിന്റെ തഫ്സീർ, അത് ഇബ്നു ജരീർ ത്വബരി റഈസുൽ മുഫസ്സിരീൻ അദ്ദേഹം കൊടുത്തിട്ടുള്ള സിയാഖ് പ്രകാരം തന്നെ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്, വഫീ സ്വഹീഹി മുസ്ലിമിൻ, ഇമാം മുസ്ലിം ഇബ്നുൽ ഹജ്ജാജ് അൽ ഖുശൈരി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഇപ്രകാരം റിവായത്ത് ചെയ്തു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഹാബി. അദ്ദേഹത്തിൽ നിന്നാണ് റിവായത്ത്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക തന്നെ ചെയ്തിട്ടുണ്ട്.
ഇസ്നതാനി ഫിന്നാസ് ഹുമാ ബിഹിൻ കുഫർ. അല്ലാഹു അക്ബർ. ഇസ്നതാൻ, രണ്ട് ഹസ്നത്തുകൾ. ഐ ഹസ്നതാനി ഇസ്നതാനി, ജന്മസഹജമായി തന്നെ മനുഷ്യരിലുണ്ടാകുന്ന സ്വഭാവങ്ങൾക്കാണ് ഹസ്ന എന്ന് പറയാം. അത് ട്രൈറ്റാണ്. അതിൽ ആ ഹസ്നത്താനി എന്നുള്ള മൻഊത്ത് ഒഴിവാക്കിയിട്ട് അതിന്റെ നഅത്തായിട്ട് അതതിനെ കൊണ്ടുവന്നു ഇസ്നത്താൻ. രണ്ടു കാര്യങ്ങൾ. ഫിന്നാസ്, അത് ജനങ്ങളിൽ ഉള്ളതാണ്, അഥവാ ട്രൈറ്റാണ്. അത് ജന്മസഹജമാണ്. ജന്മസഹജമാണ്. കാരണം സംസ്കരണത്തിന് വിധേയമാകാത്ത ഒരു മനുഷ്യൻ, വൽ ജഹൽ, അതാണ് സംസ്കരണത്തിന് വിധേയമാകാത്ത ഒരു മനുഷ്യന്റെ അസുര്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം പറഞ്ഞിട്ടുള്ളതാ സൂറത്തുൽ അഹ്സാബിൽ. ഇന്നാ അറദ്നൽ അമാന അല السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. വൽജഹൽ, അതിക്രമം, അതുപോലെ തന്നെ ജഹൽ, വിവരക്കേട്, അത് രണ്ടും മനുഷ്യന്റെ അസുരാണ്. പിന്നെ ഈമാൻ കൊണ്ട്, അള്ളാഹുവിനുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ട്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന തഖ്വ കൊണ്ട് ആ മനുഷ്യനെ സംസ്കരിക്കുമ്പോഴാണ്, ഇൽമു കൊണ്ടും തഖ്വ കൊണ്ടുമാണ് ഈ ദുൽമും ജഹലും അയാളിൽ നിന്ന് നീങ്ങിപ്പോകുന്നത്. അതിനാൽ മനുഷ്യനിൽ ജന്മസഹജമായി തന്നെ കണ്ടുവരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഹുമ, ആ രണ്ട് കാര്യങ്ങൾ ബിഹിൻ കുഫറുൻ, അവരിലുള്ള കുഫറാണ്. അവരിലുള്ള കുഫറാണ്. എന്താണ് ഈ കുഫർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കുഫർ എന്നുള്ളത് രണ്ട് രൂപത്തിൽ ആയത്തുകളിലും ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് അൽ കുഫർ എന്ന് പറയും, മുഅറഫുൻ ബിൽ അലിഫി വല്ലാം, അലിഫുൽ ലാമും ചേർത്ത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർത്ത് പറയുന്ന കുഫർ, അൽ കുഫർ. അതാണ് പെട്ടെന്ന് നമ്മൾ കരുതുന്ന ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ, വലിയ കുഫർ അതാണ്. എന്നാൽ വേറെ ചില സ്ഥലങ്ങളിൽ കുഫറുണ്ട്, അത് മുനക്കർ ഫിൽ ഇസ്ബാത്ത്, അതിൽ അലിഫ് ലാമില്ല, വെറും കുഫറായിരിക്കും. അൽ കുഫർ കാണില്ല, കുഫർന്ന് മാത്രമായിരിക്കും. അതിന്റെ സിയാത്ത് ഇസ്ബാത്തുമായിരിക്കും. ഒരു കൺഫർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ അലിഫ്ലാമിന്റെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ചേർക്കാതെ വരുന്ന കുഫറുണ്ട്. ആ കുഫർ എന്ന് പറഞ്ഞാൽ കുഫ്റുൻ ദൂന കുഫർ ലാ യുഖ്രിജു സാഹിബഹു മിനൽ മില്ല, അത് കുഫ്റുൻ ദൂന കുഫറാണ്. ഈ കാര്യം ഞാൻ പറഞ്ഞത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, മനസ്സിലാകണം നിർബന്ധം. ശറഇന്റെ അൽഫാദുകളും ശറഇന്റെ ഭാഷയും ശരിക്ക് ശ്രദ്ധിക്കുക. ഭാഷയിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകുന്ന ആളുകൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അതുപോലെ തന്നെ സലഫു സ്വാലിഹുകളുടെയും ഭാഷ പരിശോധിച്ചാൽ അവരുടെ ശരിയായ അസാനീബിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം, ഭാഷാപരമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. അൽ കുഫർ, കുഫറും. അൽ കുഫർ എന്ന് സാധാരണഗതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫർ. മുഖ്രിജും മിനൽ മില്ല, ഈ ദീൻ നിന്ന് തന്നെ നമ്മളെ പുറത്താക്കുന്ന കുഫർ പറയുമ്പോൾ അൽ കുഫർ എന്നാണ് പറയാ. എന്നാൽ ചില നസ്സുകളിൽ, ചില പ്രമാണ വചനങ്ങളിൽ ആ വാചകത്തിന്റെ കോണ്ടക്സ്റ്റ് ആണെങ്കിലോ ഫീ സിയാഖിൽ ഇസ്ബാത്ത്, അത് അഫർമേറ്റീവായിട്ടുള്ള കോണ്ടക്സ്റ്റിലുമാണ്. ഇല്ല അല്ല എന്ന് നിഷേധിക്കുന്ന നഫീന്റെ കോണ്ടക്സ്റ്റ് അല്ല, മറിച്ച് ഉണ്ട് ആണ് എന്ന് പറയുന്ന അഫർമേറ്റീവായിട്ടുള്ള സന്ദർഭത്തിൽ നെക്കിറയായിട്ടുള്ള കുഫർ വന്നാൽ അത് കുഫറുൻ ദൂന കുഫർ.
ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടേതാണ് ഈ വിശദീകരണം. ഭാഷ ശ്രദ്ധിക്കുന്ന ആളുകൾ അവരത് ശ്രദ്ധിച്ചാൽ അവർക്ക് വളരെ ഉപകാരപ്പെടും. ഉദാഹരണമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ബൈനൽ അബ്ദി വ ബൈനൽ കുഫ്രി വശിർക്ക് ഇല്ലാ തർക്കുസ് സ്വലാത്ത്. ഒരു നല്ലവനായ അടിമയും അതുപോലെ തന്നെ കുഫ്ർ ശിർക്കിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരം ഉപേക്ഷിക്കലാണ്. അവിടെ അൽ കുഫർ, അതുകൊണ്ട് തന്നെ അതെന്താണ് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറാണ് ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇവിടെ നിങ്ങൾ നോക്കുക, ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുള്ള ഹദീസ് ഹുമാ ബിഹിം കുഫറുൻ, അവിടെ അൽ കുഫറില്ല, അലിഫ്ലാമില്ല, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇല്ല. മാത്രമല്ല വാചകത്തിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ആണ് എന്ന് പറയുന്ന അഫർമേറ്റീവ് മൂഡിലാണ്, അല്ലാതെ ഇല്ല, അല്ല എന്ന് നിഷേധിക്കുന്ന നഫീന്റെ സിയാഖല്ലതാണ്. അതുകൊണ്ട് തന്നെ ഈ കുഫർ കുഫറുൻ ദൂന കുഫർ, അത് കുഫറുൻ ദൂന കുഫറാണ്, മതത്തിൽ നിന്ന് പുറത്തു പോകാത്ത കുഫറാണ്, അത് മൈനർ കുഫറാണ്. അപ്പൊ അവരിലുള്ള കുഫറുൻ ദൂന കുഫറാകുന്ന രണ്ട് കാര്യങ്ങൾ അത് മനുഷ്യനിൽ ജന്മസഹജമായിട്ടുള്ളതാണ്. ആ സ്വഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ കുഫറുൻ ദൂന കുഫർ, മൈനർ കുഫറാണ് താനും. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ? ഒന്ന് അത്അനു ഫിന്നസബ്, തറവാടിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അധിക്ഷേപിക്കുക എന്നുള്ളത്. അത്അൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷേപിക്കുക, ഐബ് പറയുക. ഐബ് പറയുന്നത് തഅയീർ, അധിക്ഷേപിക്കൽ. ഏതിന്റെ പേരിൽ? തറവാട്ടിന്റെ പേരിൽ. നീ ആ തറവാട്ടുകാരനല്ലടോ, മോശം, നല്ല തറവാട്ട് പറക്കേണ്ടിയിരുന്നു. ഇങ്ങനെ തറവാട് പറഞ്ഞ് കുറ്റപ്പെടുത്തുക എന്നുള്ളത് അത് മനുഷ്യന്റെ മനസ്സിലും നാവിലും സ്വതസിദ്ധമായി കടന്നു വരുന്നതാണ്. കാരണം അത് അവരുടെ ഒരു ട്രെയ്റ്റാണ്. അത് മനുഷ്യനെ അമ്മ സൃഷ്ടിച്ച വലൂമും ജഹൂറുമായിട്ടാണ് അവനെ സൃഷ്ടിച്ചത്. അവന്റെ ആ മുൽമിന്റെയും ജഹലിന്റെയും പരിണിതഫലമായിട്ട് അവനിലുള്ള കാര്യമാണ്. പക്ഷെ ആ സ്വഭാവം വിശ്വാസം കൊണ്ട്, ഇൽമ് കൊണ്ട്, വിശ്വാസം കൊണ്ട്, തഖ്വ കൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഒരാൾ ഈമാൻ കൊണ്ടും അയാളുടെ തഖ്വ കൊണ്ടും അത് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. അത് കുഫറുൻ ദൂന കുഫ്റാണ്. രണ്ടാമത്തെ കാര്യം വന്നിയാഹത്തു അലൽ മയ്യിത്ത്, മരണപ്പെട്ട ആൾക്ക് വേണ്ടി നിയാഹത്ത് നടത്തുക എന്നുള്ളതാണ്. നിയാഹത്തിന് ഒരുപാട് രൂപഭാവങ്ങളുണ്ട്. ചിലപ്പോൾ ആ മരിച്ച മയ്യിത്തിന്റെ ഗുണഗണങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഉറക്കെ വാവിട്ട് കരയുന്നതായിരിക്കും, ചിലപ്പോൾ മുടി കളയുന്നതായിരിക്കും, ചിലപ്പോൾ ദുഃഖം കൊണ്ട് മാറിടം വലിച്ചു ചീന്തുന്നതായിരിക്കും, ചിലപ്പോൾ മുഖത്തടിക്കുന്നതായിരിക്കും. ഇങ്ങനെയുള്ള ജാഹിലിയ്യ കാലത്ത് ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടി കാണിച്ചിരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് മനുഷ്യനുള്ള കാര്യമാണ്. പക്ഷെ അത് അവൻ ഒഴിവാക്കണം, വിശ്വാസത്തിന്റെ ബലത്തിൽ, തഖ്വയുടെ ബലത്തിൽ ഒഴിവാക്കണം. ഇല്ല എങ്കിൽ അത് കുഫർ ദൂന കുഫറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഇസ്നതാനി ഫിന്നാസ് ഹുമാ ബിഹിം കുഫറുൻ അത്അനു ഫിന്നസബ് വന്നിയാഹത്തു അലൽ മയ്യിത്ത്. അപ്പോൾ ഒരു മുസീബത്ത് വന്നാൽ നിയാഹത്ത് നടത്താൻ പറ്റില്ല. വാപ്പ മരണപ്പെട്ടു പോയി, ഉമ്മ മരണപ്പെട്ടു പോയി, തന്റെ ഭാര്യയായിട്ടുള്ളവർ മരണപ്പെട്ടു പോയി, ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ള മകൻ അല്ലെങ്കിൽ മകൾ മരണപ്പെട്ടു പോയി. ഇങ്ങനെ ഒരു ഘട്ടം വന്നാൽ ഒരു മനുഷ്യൻ എന്താ ചെയ്യേണ്ടത്? അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കാരണം ആ മുസീബത്ത് ബാധിക്കുമ്പോൾ അയാൾ അറിയുന്നു ഇത് ആദിയിൽ അള്ളാന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്. ഇന്ന ദിവസം എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഞാൻ ആരാറ്റ മരിക്കണം എന്നുള്ളത് അള്ളാന്റെ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്. അത് അള്ളാഹ് നൂഹിൽ രേഖപ്പെടുത്തിയതാണ്. അള്ളാഹുവിന്റെ സമയം വന്നപ്പോ അവന്റെ പ്രത്യേക മശിയത്ത് പ്രകാരം ആ കാര്യം ഇവിടെ സംഭവിപ്പിച്ചതാണ്, പുലർത്തിയതാണ്. അള്ളാഹു ഈ കാര്യം നടത്തിയത് വെറുതെ അങ്ങട്ടല്ല, സ്വോദ്ദേശപൂർവമായ ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ്. ഇത് ആത്യന്തികമായ പരിഗണനയിൽ നമുക്ക് ഗുണമായിട്ട് തീരാനുള്ളതാണ്. അതയാൾ മനസ്സിലാക്കിയാൽ അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ തൗഹീദിന്റെ തഖ്ദീറിന്റെ ഭാഗമാണ്. അതയാൾ വിശ്വസിച്ചാൽ യഹ്ദി ഖൽബ, അയാളുടെ മനസ്സിന് അള്ളാഹ് ഹിദായത്ത് കൊടുക്കും. അത് ബിർദിവാ വത്തസ്ലീം, അള്ളാഹ് കണക്കാക്കിയത് പൂർണ്ണമായി തൃപ്തിപ്പെടാനും
അതിന് അന്യത കീഴ്പ്പെടാനുമുള്ള ആ തൗഫീഖ്, അതിനുള്ള വെളിച്ചം, അതിനുള്ള സന്മാർഗം അള്ളാഹ് അയാളുടെ മനസ്സിന് കൊടുക്കും. അത് അതിനുള്ള ഈമാൻ, അതിനുള്ള ഇൽമ്, ഈമാൻ തഖ്വ ഒരാൾ ആർജിച്ചിട്ടില്ലെങ്കിൽ അയാളിലുള്ള ഈമാനിന്റെ കുറവ്, തൗഹീദിന്റെ കുറവ്, തഖ്ദീറിലുള്ള വിശ്വാസത്തിന്റെ കുറവ്, തൗഹീദിലുള്ള കുറവ്, അത് തൗഹീദിന്റെ വിരുദ്ധമായിട്ടുള്ള നിലപാടാണ്. ഈ മുസീബത്തുകൾ വരുമ്പോൾ നിയാഹത്ത് നടത്തുക എന്നുള്ളത്, അതാണ് അധ്യായവുമായി ഈ ഹദീസിനുള്ള ബന്ധം. പ്രശസ്തമായ ഹദീസാണ്, പല സന്ദർഭങ്ങളിലായി നമ്മളത് ആവർത്തിച്ചു വായിച്ചിട്ടുള്ള ഹദീസാണ്. അബൂ ഹുറൈറയിൽ നിന്നുള്ള റിവായത്ത്, ഇസ്നതാനി ഫിന്നാസ് ഹുമാ ബിഹിം കുഫ്റുൻ അസ്തഅനു ഫിന്നസബ് വന്നിയാഹതു അലൽ മയ്യിത്ത്. അത് അധ്യായവുമായി ബന്ധപ്പെടുന്നത് ഇപ്രകാരമാണ്. ഒരു മുസീബത്ത് ബാധിച്ചാൽ നിയാഹത്ത് നടത്തുക എന്നുള്ളത്, അതെന്തുകൊണ്ടാണ്? അയാളുടെ മനസ്സ് അള്ളാഹ് കണക്കാക്കിയിട്ടുള്ള ഈ കാര്യത്തിൽ തൃപ്തിപ്പെടാത്തതുകൊണ്ടും അള്ളാഹുവിന്റെ വിധിക്ക് സർവ്വതാ കീഴ്പ്പെടാൻ മാത്രമുള്ള ബോധം, ഈമാനികമായ ബോധം അയാൾക്കില്ലാത്തത് കൊണ്ടുമാണ്. മറിച്ച് ആ കാര്യം സംഭവിക്കുമ്പോൾ ഇത് അള്ളാഹുവിന്റെ ആദിയായ ഇൽമിൽ മുൻകഴിഞ്ഞതാണ്, അവൻ ലൗഹിൽ രേഖപ്പെടുത്തിയതാണ്, അതതിന്റെ സന്ദർഭം വന്നപ്പോൾ അവന്റെ പ്രത്യേകമായ വേണ്ടുക പ്രകാരം, മശിയത്ത് പ്രകാരം എന്നിൽ പുലർന്നിട്ടുള്ളതാണ്. ഈ കാര്യം അല്ലാഹ് നടപ്പിലാക്കിയത് വെറുതെയല്ല, അവന്റെ ഹിക്മ ബാലിഗ, സോദ്ദേശപൂർവമായ ലക്ഷ്യമുണ്ട് എന്നയാൾ മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ ആ തീരുമാനത്തിന് അയാളുടെ മനസ്സിൽ തൃപ്തി വന്നു നിറയുകയും അതിനയാൾ അന്യത കീഴ്പ്പെടാനുള്ള സന്ദർഭം വരികയും ചെയ്യും. അത് തൗഹീദ്, അള്ളാഹുവിന്റെ തഖ്ദീറിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള വിശ്വാസം, അത് തൗഹീദി വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇതില്ലെങ്കിൽ, ഈ വിശ്വാസം ഇല്ലെങ്കിൽ തൗഹീദിന്റെ പൂർണ്ണതക്കത് വിരുദ്ധവുമാണ്. വലഹുമ, അഥവാ ഇമാം ബുഖാരിയും അതുപോലെ തന്നെ ഇമാം മുസ്ലിമും രണ്ടുപേരും ഒരുമിച്ച് ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അദ്ദേഹം മർഫൂഅൻ ഐ റഫഅഹു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്നു മസ്ഊദിന്റെ അസർ അല്ല, മറിച്ച് നബിയിലേക്ക് ഉയർത്തിയിട്ടുള്ള, നബിയിലേക്ക് ചേർത്തിട്ടുള്ള റിവായത്തായിക്കൊണ്ട്. എന്താണ് അവിടെ പറയുന്നത്? ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ്യ. ലൈസ മിന്നാ, നമ്മിൽപ്പെട്ടവനല്ല. മൻ ളറബൽ ഖുദൂദ്, ഖദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീക്കിനാണ് പറയാ, കവിളത്തടിച്ചവൻ, മുഖത്തടിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല. വശഖൽ ജുയൂബ്, ജയ്ബ് ജുയൂബ് എന്ന് പറഞ്ഞാൽ ഒരു വസ്ത്രത്തിൽ നമ്മുടെ തല പുറത്തേക്കിടുന്ന ഭാഗം, ഈ കോളറിന്റെ ഭാഗം. പിന്നെ അതുപോലെ തന്നെ ചിലപ്പോ അതിനു വേണ്ടിയിട്ട് നമ്മൾ കീറിയിട്ടുള്ള മാറിന്റെ ഭാഗം. ഇന്നത്തെ വേറെ രൂപത്തിലാണ് ഡ്രസ്സ്, പണ്ടത്തതനുസരിച്ച് ഇതും ഇവിടെ കുറച്ച് മാറും, ഇത്രയാണ് കീറുക, അതാണ് ജയ്ബ്. അതിനാൽ മാറ് വലിച്ചു കീറിയവൻ, കോളർ വലിച്ചു കീറിയവൻ നമ്മിൽപ്പെട്ടവനല്ല. ജാഹിലിയ്യത്തിന്റെ ദഅവകൾ, ജാഹിലിയ്യത്തിന്റെ വാദഗതികൾ, അതിലേക്ക് ക്ഷണിച്ചവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു. ആരാണ് ഹുദൂദുകൾ മുഖത്തടിക്കാറുള്ളത്? ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ വേണ്ടപ്പെട്ട ആളുകൾ ആ മരണപ്പെട്ട വ്യക്തിയോട് തനിക്കുള്ള കടപ്പാടും അതുപോലെ തന്നെ അദ്ദേഹം വേർപ്പെട്ടതിനുള്ള ദുഃഖവും കാണിക്കാൻ വേണ്ടി മുഖത്തടിച്ചുകൊണ്ടിരിക്കും. അയാൾ മരിച്ചത് അയാൾ ഉൾക്കൊള്ളുന്നില്ല, അയാളുടെ മനസ്സതിൽ സംതൃപ്തനല്ല, അയാൾ വെപ്രാളപ്പെടുന്നു, ആ കാര്യത്തിൽ അയാൾ തീർത്തും അസംതൃപ്തനാണ്, തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മറബൽ ഹുദൂദ്, മുഖത്തടിക്കുന്നു. അതുകൊണ്ടുമാകുന്നില്ല ഭ്രാന്തന്മാരെ പോലെ വശക്തം ചെയ്യും, തന്റെ വസ്ത്രത്തിന്റെ മാറ് വലിച്ചു കയറുന്നു. ഈ രണ്ട് കാര്യവും മുസീബത്ത് വരുന്ന സന്ദർഭത്തിൽ തൗഹീദില്ലാത്ത ആളുകൾ ചെയ്യുന്ന തെറ്റായ നടപടിയാണ്. എന്നാൽ അള്ളാഹുവിൽ, ഏകനായ അള്ളാഹുവിൽ, അള്ളാഹുവിന്റെ തൗഹീദിൽ, അവന്റെ ഇഖ്ലാസിൽ വിശ്വാസമുള്ള ഒരാളാണെങ്കിൽ ആ കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുക? മരണപ്പെട്ടു, എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സമയത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന എന്റെ മകൻ മരണപ്പെട്ടു. പക്ഷേ
ഇതെങ്ങനെ ഈ ആപത്ത് വന്നത്? ഇത് അള്ളാഹ് എനിക്ക് വരുത്തിയതാണ്. വെറുതെ തട്ടിമറിഞ്ഞ് തലയിൽ വീണതല്ല. അള്ളാന്റെ ആദിയായ ഇൽമിൽ ഈ സംഭവം മുൻകഴിഞ്ഞിട്ടുള്ളതാണ്. ആകാശഭൂമികളെ അവൻ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുമ്പ് അവൻ ലൗഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ സന്ദർഭം വന്നപ്പോൾ അവന്റെ പ്രത്യേകമായ മശീഅത്ത് കൊണ്ട് വേണ്ടുക കൊണ്ട് അത് എന്നിൽ എന്റെ ജീവിതത്തിൽ ഇന്നിവിടെ പുലർന്നിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഈ കാര്യം നടത്തിയിട്ടുള്ളത് അവന്റെ പ്രത്യേകമായ സോദ്ദേശപൂർവമായ ചില ലക്ഷ്യങ്ങളുള്ളത് കൊണ്ടാണ്. അത് ആത്യന്തികമായ പരിഗണനയിൽ എനിക്ക് ഗുണകരമായി തീരാനുള്ളതാണ്. ഇത് ഗുണം ചെയ്യുന്നതും ദോഷം വരുത്തുന്നതും അല്ലാഹു മാത്രമാണ്. ആരൊക്കെ എനിക്ക് ഗുണം ചെയ്യണമെന്ന് കരുതിയാലും അവൻ രേഖപ്പെടുത്തിയിട്ടുള്ള അവന്റെ ഖദറിൽ അവന്റെ ഖളാഇൽ ആ ഗുണമെനിക്കില്ലെങ്കിൽ ആരെല്ലാം ഒത്തുപിടിച്ചാലും ആ ഗുണമെനിക്ക് എന്നിലേക്ക് വരുത്തി തീർക്കാൻ ആർക്കുമേ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കൊരു ദോഷം വരുത്താൻ ഉദ്ദേശിച്ചാലോ ആരെല്ലാം ഒത്തുപിടിച്ചാലും ആ ദോഷം എന്നിൽ നിന്ന് തടഞ്ഞു വെക്കാനോ അല്ലെങ്കിൽ ഒന്ന് മാറ്റിക്കൊണ്ടു പോകാനോ സാധ്യവുമല്ല. ഇത് അള്ളാഹുവിന്റെ തഖ്ദീറിലും അവന്റെ തൗഹീദിലുമുള്ള വിശ്വാസം. അങ്ങനെ മുവഹ്ഹിദായ ഒരു മനുഷ്യൻ, മുഖ്ലിസായ ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കുകയാണെങ്കിൽ അയാൾ മുഖത്തടിക്കാൻ പോകില്ല, അയാൾ മാറിടം വലിച്ചു കയറാൻ പോകില്ല. മറിച്ച് ഇതിന്റെ അള്ളാഹുവിന്റെ സോദ്ദേശപൂർവമായ ലക്ഷ്യമുണ്ട്. ഞാനിതാ എന്റെ മനസ്സുകൊണ്ട് അത് പൂർണ്ണ സംതൃപ്തിയിൽ ഏറ്റുവാങ്ങുന്നു. അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അയാൾ അള്ളാഹുവിന്റെ വിധി തൃപ്തിപ്പെടുകയും അതിന് അന്യത കീഴ്പ്പെടുകയും ചെയ്യുന്നു. ആ മുവഹ്ഹിദല്ലാത്ത മനുഷ്യൻ അവനാണ്. മുവഹ്ഹിദ് ഇങ്ങനെ കീഴ്പ്പെടുമ്പോൾ മുവഹ്ഹിദല്ലാത്ത മനുഷ്യൻ അതൃപ്തി രേഖപ്പെടുത്തി മുഖത്തടിക്കുന്നു. അതുപോലെ തന്നെ മാറിടം വലിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ജാഹിലിയ്യത്തിന്റെ ദഅവാത്തുകൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്താ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദുആഉ ബിദഅവൽ ജാഹിലിയ്യ വിശദീകരിച്ചു. അദ്ദുആഉ ബിദഅവൽ ജാഹിലിയ്യ എന്ന് പറഞ്ഞാൽ കദ്ദുആഇ ഇലൽ ഖബാഇലി വൽ അസബിയ്യ. ജാഹിലിയ്യത്തിന്റെ വാദഗതികൾ എന്ന് പറഞ്ഞാൽ എന്റെ ഗോത്രം, ആ ഗോത്രത്തിലേക്ക് ആ ഗോത്രത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ക്ഷണിക്കുകയും ചെയ്യാം. എന്റെ ഗോത്രം എന്താണോ ചെയ്തത് അത് ശരിയാണെങ്കിൽ, അത് തെറ്റാണെങ്കിൽ, രണ്ടാണെങ്കിലും ഞാൻ അതിനെ കണ്ണടച്ച് പിന്തുണയ്ക്കാം. അതാണ് ഒരു കവി പറഞ്ഞത്. ഞാൻ ഹുദയ്യക്കാരനാണ്. ഹുദയ്യ ഗോത്രത്തിന് അവർ വഴി തെറ്റിയാൽ വമയിത്തു, ഞാനും അവനെ കൂടെ വഴി തെറ്റും. നന്നാക്കണ്ട, അതിനെതിരിൽ പോകാൻ ഞാൻ കിട്ടൂല, ഗോത്രത്തിന്റെ ഒപ്പം നിൽക്കും. വൈൻ തെർശുദ് ഹുദയ്യത്തു അർശുദി. ഹുദയ്യ ഗോത്രക്കാർ സന്മാർഗത്തിലാണെങ്കിൽ ഞാനും അവരുടെ കൂട്ടത്തിൽ സന്മാർഗത്തിലാകും. അവരൊപ്പം, അവർ തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും ഓലൊപ്പം. അന്ധമായ ഗോത്രപക്ഷപാതിത്വം, അൽ അസബിയ്യത്തുൽ ഖബരിയ്യ, അൽ അസബിയ്യത്തുൽ ജാഹിലിയ്യ, ഇത് എന്നും ഗോത്രങ്ങളിൽ അങ്ങനെയാണ്. എന്റെ ആങ്ങൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറയുള്ളൂ, എന്റെ ആങ്ങളെ പറഞ്ഞാൽ മതി, അതാണ്. അല്ലാതെ ഹക്കല്ല. ഗോത്രത്തിന് വേണ്ടിയുള്ള കടുത്ത പക്ഷപാതിത്വങ്ങൾ ഇത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിലനിന്നതാണ്. അവർ പറഞ്ഞത് ഇത് ജാഹിലിയ്യത്തിന് ഒരു വലിയ പ്രമാണവാക്യമായിരുന്നു. നിന്റെ സഹോദരൻ അവനെ നീ സഹായിക്കണം. വാലിമാണ്, അക്രമമാണെങ്കിൽ, ഓൻ ഗുണ്ടായുസത്തിന് പോകുകയാണെങ്കിൽ ഗുണ്ടായുസത്തിന് അവനെ സഹായിക്കണം. മദ്ലൂമൻ അവൻ എന്നിട്ട് അടികൊള്ളുകയാണെങ്കിൽ അവനെ രക്ഷപ്പെടുത്താൻ സഹായിക്കണം. നിന്റെ ഗോത്രക്കാരനാണോ അവനെ കണ്ണും ഞെപ്പി സഹായിക്കണം എന്നതാണ് ജാഹിലിയ്യത്തിന്റെ പ്രമാണവാക്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്യം തിരുത്തി പറഞ്ഞു. ഇതേ വചനം തന്നെ എടുത്തു ധരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ ചോദിച്ചു, അതെങ്ങനെ ശരിയാവും നബിയെ? അപ്പൊ റസൂലുള്ളാഹി വിശദീകരിച്ചു കൊടുത്തു, നിന്റെ സഹോദരൻ മാലിമാണെങ്കിൽ അവനെ നീ സഹായിക്കേണ്ടത് മുൽമ് ചെയ്യാൻ പോകരുത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തടുത്ത് അവന്റെ കൈ പിടിക്കണം. അതാണ് അവനെ സഹായിക്കുന്ന സഹായം. മദ്ലൂമാണെങ്കിൽ അവന്റെ മുൽമ് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നീ സഹായിക്കണം. അതിന്റെ മഅന അതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഇസ്ലാമിന്റെ വചനമാക്കി മാറ്റിയാണ് ചെയ്തത്. ഇന്ന് ഈ കവി പറഞ്ഞിടത്താണ് പല ആൾക്കാരും സലഫിയ്യത്തൊക്കെ പറയും.
അഹ്ലുസുന്നത്തൊക്കെയാണ് ഇത് പറയും. പക്ഷേ ഹക്കിന്റെയും ബാത്തിലിന്റെയും ഇടയിൽ ഒരു ഉരസൽ വന്നാൽ അവർക്ക് ആങ്ങള പറഞ്ഞതായിരിക്കും വലുത്. ആങ്ങള പറഞ്ഞാൽ കഴിഞ്ഞ്. ഇതാണ് ഗോത്രപക്ഷപാതിത്വം എന്ന് പറയുന്നത്. ഇത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെയുള്ള പക്ഷപാതിത്വങ്ങളിൽപ്പെട്ടതാണ് അത്തഅസ്സുബു ഇലൽ മദാഹിബ്. മദ്ഹബുകൾക്ക് വേണ്ടി മദ്ഹബുകൾക്ക് വേണ്ടി മദ്ഹബി പക്ഷപാതിത്വം കാണിക്കും. ഇടക്കാലത്ത് മുസ്ലിമീങ്ങൾ 4ഉം 5ഉമൊക്കെ മദ്ഹബുകളായിട്ട് വേർതിരിഞ്ഞു. ഹനഫി, ഹംബലി, മാലിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ മദ്ഹബുകാരും അവരുടെ മദ്ഹബ് എന്താണോ പറഞ്ഞത് അതിന്റെ അപ്പുറമുള്ളത് ശരിയല്ല, ഇവര് പറഞ്ഞത് എന്താണെങ്കിലും ശരി. അത് ആ പക്ഷപാതിത്വത്തിന്റെ ഭാഗമാണ്. അതിൽപ്പെട്ടത് തന്നെയാണ് ഓരോ വിഭാഗങ്ങൾ ആ വിഭാഗത്തിന് വേണ്ടി പക്ഷപാതിത്വം കാണിക്കുന്നത്, സംഘടനാ പക്ഷപാതിത്വം പോലുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ വേറെ ചില ആളുകൾ ചില പ്രത്യേക ശേഖന്മാർക്ക് വേണ്ടിയിട്ട് പക്ഷപാതിത്വം കാണിക്കും. അതിൽപ്പെട്ടതാണ് യഹ്യ ഹജൂരിക്ക് വേണ്ടി ആധുനിക കാലത്ത് ചില ആളുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്ന പക്ഷപാതിത്വം. വളരെ അപകടകരമായിട്ടുള്ള ചില ഉസൂലുകൾ, തെറ്റായ ഉസൂലുകൾ അദ്ദേഹം ജന്നത്ത് കൊണ്ടുവരികയും അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള തഖ്ദീസ്, താൻ പരിശുദ്ധനാണ് എന്ന് അദ്ദേഹം വരുത്തി തീർക്കുകയും ചെയ്തപ്പോ അദ്ദേഹത്തിന് അപ്പുറം വേറെ ആരുമില്ല. അദ്ദേഹം പറയുന്ന എല്ലാ ബാത്തിലിനെയും വലാലത്തിനെയും വിദേഹത്തിനെയും പിന്തുണക്കാൻ ആളുകളെ കിട്ടി. അത് ശേഖന്മാർക്ക് വേണ്ടിയുള്ള തഅസ്സുബിൽപ്പെട്ടതാണ്. അങ്ങനെ തന്നെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത ഇങ്ങനെ എൽമിന്റെയോ തഖ്വയുടെയോ അല്ലാത്ത ഗോത്രത്തിന്റെയോ അല്ലെങ്കിൽ തായിഫത്തിന്റെയോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പരിഗണന വെച്ചു കൊടുത്തുകൊണ്ട് ചിലരെ മുന്തിക്കുന്ന പ്രവണത. യുവാലി അലൈഹി വയുആദി, അതിന്റെ അടിസ്ഥാനത്തിൽ വലാഇബറാകൾ അവർ നിശ്ചയിക്കുന്നു. എന്താ വലാഇബറാന്റെ അടിസ്ഥാനം? ഒന്നുകിൽ ഗോത്രം. എന്താ വലാഇബറാന്റെ അടിസ്ഥാനം? അല്ലെങ്കിൽ മദ്ഹബ്. വലാബറായിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ സംഘടനാ കക്ഷി, അല്ലെങ്കിൽ വലാബറായിന്റെ അടിസ്ഥാനം പ്രത്യേക ശേഖന്മാര് അല്ലെങ്കിൽ പ്രത്യേക കേന്ദ്രങ്ങള്. വലാബറായിന്റെ അടിസ്ഥാനം അൽ ഹഖ്, ഹഖ് മാത്രമായിരിക്കും. ഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ വഹ്യ. അള്ളാന്റെ വഹ്യ എവിടെ കിട്ടുക? അത് ഫീ കിതാബിഹി വഫീ സുന്നത്തി റസൂലിഹി. അതാണെങ്കിലും ദുർവ്യാഖ്യാനിച്ച് നമ്മളെ പറ്റിക്കാതിരിക്കാൻ അലാ ഫഹ്മി സ്വഹാബ. ഇതല്ലാത്ത മറ്റൊന്നിന്റെ പേരിലും വലാബറായ അഹദ് ചെയ്യാൻ പാടില്ലാത്തതാണ്. മറിച്ച് നമ്മൾ ബന്ധം കാണിക്കുന്നതും ബന്ധവിച്ഛേദം നടത്തുന്നതും മറ്റു പരിഗണനയിലാണെങ്കിൽ അത് തെറ്റാണ്. അത് ദഅവൽ ജാഹിലിയ്യ, ജാഹിലിയ്യ ചിന്താഗതിയിലേക്കുള്ള ക്ഷണമാണ്. ഫകുല്ലു ഹാദാ മിൻ ദഅവൽ ജാഹിലിയ്യ, ഇതെല്ലാം ജാഹിലിയ്യത്തിന്റെ പക്ഷപാതിത്വത്തിൽപ്പെട്ടതാണ്, ജാഹിലിയ്യത്തിന്റെ വാദഗതിയിൽപ്പെട്ടിട്ടുള്ളതാണ്. ഈ കാര്യം ഈ ഹദീസിൽ പറഞ്ഞു. അപ്പോ ഇതിലെ ആദ്യത്തെ 2 കാര്യങ്ങൾ തർജുമത്തുൽ ബാബ് ഈ അധ്യായത്തിലെ ചർച്ചാ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. വദഅ ബിദഅവൽ ജാഹിലിയ്യ ഹദീസിന്റെ പൂർത്തീകരണവുമാണ്. ഹദീസ് ഒന്നുകൂടെ നോക്കുക. വലഹുമ ഐലിൽ ബുഖാരി വമുസ്ലിമിൻ عن ابن مسعود مرفوعا. ابن مسعود هو راوي الحديث رضي الله عنه وارضاه. അദ്ദേഹത്തിന്റെ അസറല്ല ബൽ റഫഅഹു ഇല നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അദ്ദേഹം ഉദ്ധരിക്കുന്നു. ലൈസ മിന്നാ, നമ്മളിൽപ്പെട്ടവരല്ല. ഈ ലൈസ മിന്നാ എന്ന് പറയുന്നത് അതൊന്ന് വിശദീകരിക്കണം. എന്താണ് ലൈസ മിന്നാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലൈസ മിന്നാ എന്ന് പറഞ്ഞാൽ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ലൈസ മിന്നാ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ എന്താ? സുഫിയാൻ സൗരി റഹിമഹുല്ലാഹ്, അൽ ഇമാമുൽ മുബജ്ജൽ, ഇമാമു സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹ് പോലെയുള്ള ആളുകൾ ഈ പരാമർശത്തെ, ലൈസ മിന്നാ എന്ന് പറയുന്ന പരാമർശത്തെ തഫ്സീർ ചെയ്യുന്നത്, വ്യാഖ്യാനിക്കുന്നത് അവരിന് അംഗീകരിക്കുന്നില്ല, വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. എന്താണോ വചനം ആ വചനം അതേ പ്രകാരം തന്നെ സ്വീകരിക്കണമെന്നതാണ് മഹാന്മാരായിട്ടുള്ള ഇമാമിങ്ങളുടെ ഭക്ഷണം. കാരണം അത് വഈദിന്റെ വചനമാണ്. മിൻ നുസൂസിൽ വഈദ്. ലൈസ മിന്നാ എന്നുള്ളത് മിൻ നുസൂസിൽ വഈദ്, വഈദിന്റെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ താക്കീത് ചെയ്യാൻ വേണ്ടി പ്രയോഗിച്ചിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ താക്കീത് ചെയ്യാൻ ബലീഗായ അങ്ങേയറ്റത്തെ താക്കീത് നമുക്ക് നൽകാൻ വേണ്ടി നൽകി പറഞ്ഞിട്ടുള്ള വചനമാണ് ലൈസ മിന്നാ.
അതിനാൽ നുസൂസുൽ വഅദി വൽ വഈദ്, വഅദിന്റെയും വഈദിന്റെയും ഇത്തരം വാക്യങ്ങൾ അത് തഅ്വീലിന് വിധേയമല്ല, വ്യാഖ്യാനങ്ങൾക്ക് വിധേയമല്ല. ഇമാം ഇബ്നു ഖുസൈമ റഹിമഹുല്ലാഹ് ഇത്തരത്തിലുള്ള നുസൂസുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നുസൂസുൽ വഅദി വൽ വഈദ് കസ്സഹ്റ, അത് ഒരു നല്ല പുഷ്പം ഇങ്ങനെ വിടർന്നു വരുന്നത് പോലുള്ള ഒരു പുഷ്പം പോലെയാണ്. ഇദാ ലുമിസത് ദബുലത്, അത് തൊട്ടുപോകരുത്, തൊട്ടാൽ അത് വാടിപ്പോകും. അതുകൊണ്ട് തന്നെ അതിന്റെ സൗന്ദര്യം, അതിന്റെ അർത്ഥം, അതിന്റെ ധ്വനികൾ അത് ശരിയാവണ്ണം നമുക്ക് ലഭിക്കണമെങ്കിൽ വ്യാഖ്യാനിക്കാതെ അതേ രൂപത്തിലങ്ങ് വായിച്ചു പോയാൽ മതി. അതുകൊണ്ട് തന്നെ ലൈസ മിന്നാ എന്ന് പറയുന്ന ഈ വചനത്തെ ചിലർ വ്യാഖ്യാനിച്ചു നമ്മളെപ്പോലെയല്ല, അത് നബിയെയും സഹാബത്തിനെയും പോലെ ഇനി എല്ലാ ഹൈറും ഒരാൾ ചെയ്താൽ പോലും അവരെ പോലെ ആർക്കും ആകാൻ കഴിയില്ല. അത് വേറെ കാര്യമാണ്. അവരുടെ വ്യാഖ്യാനത്തിന് പറ്റിയ അബദ്ധം അതാണ്. ചില ആളുകൾ അതിനെ വ്യാഖ്യാനിച്ചാൽ അവർ പറഞ്ഞ വ്യാഖ്യാനം എന്താ? ലൈസ മിസ്ലനാ, നമ്മളെ പോലല്ല, നമുക്ക് തുല്യല്ല. പോകട്ടെ, ഈ തെറ്റ് ചെയ്യണമെന്നില്ല. ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള എല്ലാ നന്മകളും ചെയ്തു, എല്ലാ തെറ്റുകളിൽ നിന്നും ഒരാൾ മാറി, എന്നാൽ അയാൾ നബിയുടെയും സഹാബത്തിന്റെയും ആ ദർജയിലേക്ക് എത്തൂല. അപ്പൊ ആ വ്യാഖ്യാനം അത് നിരർത്ഥകമായി പോകുന്നു. അങ്ങനെ ഇതിന് ആരൊക്കെ എന്തൊക്കെ വ്യാഖ്യാനങ്ങൾ നൽകിയോ ആ വ്യാഖ്യാനങ്ങളൊക്കെ ഈ വചനത്തിന്റെ സൗന്ദര്യം നശിപ്പിക്കുകയും അത് സ്വന്തം വൈരുദ്ധ്യത്തിലേക്ക് അത് അവനെ കൊണ്ടെത്തിക്കുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് മുഹദ്ദിസുകൾ പറഞ്ഞത് നുസൂസുൽ വഅദി വൽ വഈദ് യംബഗി ഇജ്റാഉഹാ കമാ ജാഅത്, വഅദിന്റെയും വഈദിന്റെയും വചനങ്ങൾ എപ്രകാരമാണോ വന്നത് അതേ രൂപത്തിൽ അങ്ങോട്ട് അതിനെ നടപ്പിലാക്കണം, അതേ രൂപത്തിൽ അങ്ങോട്ട് വായിക്കണം. അത് തഅ്വീലിന്റെ വ്യാഖ്യാനത്തിന് വഴങ്ങാത്തവയാണ്. അവയെ നിങ്ങൾ തഅ്വീലിന്റെ കൈകൾ കൊണ്ട് സ്പർശിക്കുകയാണെങ്കിൽ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുകയും അത് വാടിപ്പോവുകയും ചെയ്യുമെന്ന് ഇബ്നു ഖുസൈമയെ പോലുള്ള ഇമാമുകൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അതിനാൽ ലൈസ മിന്നാ എന്ന് പറഞ്ഞാൽ, മൻ റദ്ദനാ ഫലൈസ മിന്നാ എന്ന് പറഞ്ഞാൽ ഇത്തരം വചനങ്ങൾ അതേ രൂപത്തിൽ തന്നെ മനസ്സിലാക്കണം, നമ്മിൽപ്പെട്ടവരല്ല. അത് അബ്ലഗുൽ സജ്ർ വഅബ്ലഗുൽ വഈദ്, ആ കാര്യം അങ്ങേയറ്റത്തോളം നമ്മെ താക്കീത് ചെയ്യുകയും അതിൽ നിന്ന് അങ്ങേയറ്റത്തോളം ശക്തമായ വചനത്തിലൂടെ നമ്മളെ അതിൽ നിന്ന് വിലക്കുകയുമാണ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിനാൽ ലൈസ മിന്നാ എന്ന് പറയുന്നതോടുകൂടി യദുല്ലു അലാ അന്ന ദാലിക യുനാഫി കമാലൽ ഈമാനിൽ വാജിബ്. ഇതാണ് തർജുമത്തുൽ ബാബുമായിട്ടുള്ള ബന്ധം. നമ്മളിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞാൽ നബിയും സഹാബത്തും റളിയല്ലാഹു അൻഹും, സഹാബാക്കിറാം, അതുപോലെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ഈമാനിന്റെ നിർബന്ധമായും പൂർത്തീകരിച്ചിരിക്കേണ്ട കമാൽ പൂർത്തീകരിച്ചവരാണ്. മറിച്ച് ഇങ്ങനെ ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രവർത്തനം യുനാഫി, വിരുദ്ധമാണ്. കമാലൽ ഈമാൻ, കമാലൽ തൗഹീദ്, തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് വിരുദ്ധമായ കാര്യമാണത്. അൽ വാജിബ്, ആ പൂർണ്ണത അനിവാര്യമാണ്. അനിവാര്യമായും ഒരാൾ തൗഹീദിൽ പൂർത്തീകരിച്ചിരിക്കേണ്ട ആ പൂർണ്ണതയ്ക്ക് വിരുദ്ധമായ നിലപാടിൽപ്പെട്ടതാണ് ഈ കാര്യങ്ങൾ. എന്ത്? ദർബുൽ ഹുദൂദ് വശഖ്ഖുൽ ജുയൂബ് വദ്ദഅവ ബിദഅവൽ ജാഹിലിയ്യ. ഒരു മുസീബത്ത് വരുമ്പോൾ മുഖത്തടിക്കുന്നത്, മാറുവലിച്ചു കയറുന്നത്, അതെല്ലാം തൗഹീദിന്റെ അനിവാര്യമായ പൂർണ്ണതയ്ക്ക് കുറവ് വരുത്തുന്നതായ നിലപാടിൽപ്പെട്ടതാണ്. അതാണ് അതിന്റെ കാര്യം. ലൈസ മിന്നാ മൻ ദറബൽ ഹുദൂദ് വശഖ്ഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ്യ. തുടർന്നുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നു, വഅൻ അനസ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. ഇനി അങ്ങോട്ട് പറയുന്നത്, അങ്ങനെ ഒരു മുസീബത്ത് നമുക്ക് ബാധിക്കാം. ആ മുസീബത്ത് ബാധിക്കുമ്പോ ഒരു മുഖ്ലിസായ മനുഷ്യൻ, ഇത് അള്ളാന്റെ ആദിയായ ഇൽമിൽ മുൻകഴിഞ്ഞിട്ടുള്ളതാണ്, അത് അള്ളാഹു അവന്റെ ലൗഹിൽ രേഖപ്പെടുത്തിയതാണ്. അതതിന്റേതായ സന്ദർഭം വന്നപ്പോൾ അവന്റെ പ്രത്യേകമായ മശിയത്ത് പ്രകാരം അത് പുലർന്നതാണ്. ഈ കാര്യം ഇങ്ങനെ നടന്നത് വെറുതെ അങ്ങ് നടത്തിയതല്ല, അതിന് അള്ളാഹുവിന്റെ സ്വോദ്ദേശപൂർണമായ ചില ലക്ഷ്യങ്ങളും. ഇതൊരാൾ വിശ്വസിക്കുന്നു. ഈ സ്വോദ്ദേശപൂർണമായ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലക്ഷ്യം
ഒരു മുസീബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് ഇവിടെ നൽകിയാൽ എന്താണത്? അയാളെ അല്ലാഹു പച്ച ശപിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായ, അത് ഇമാം തുർമുദി റിവായത്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമാം ഹാക്കിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലരും റിവായത്ത് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആ ഹദീസ് പ്രകാരം അത് വിശദീകരിച്ചു. തിർമിദി, ഹാക്കിം എന്നുള്ളവർ റിവായത്ത് ചെയ്തു, തൊബറാനി റിവായത്ത് ചെയ്തു, ഇമാം തുർമുദി അത് ഹസനാന്ന് പറഞ്ഞു. ആ ഹദീസിൽ അൻ അനസിൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി അൽ ഖൈർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ, അയാളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്കുള്ള ശിക്ഷ ഇവിടെ നിന്ന് തന്നെ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ ഉടനെ നൽകും. തെറ്റ് ചെയ്യാത്തവരായിട്ടാവില്ല. മനുഷ്യനാണോ തെറ്റ് സംഭവിച്ചിരിക്കും. കുല്ലു ബനി ആദമ ഖത്ത. അങ്ങനെ നമ്മളിൽ നിന്ന് സംഭവിച്ചു പോകുന്ന ഈ തെറ്റുകൾക്ക് അല്ലെങ്കിൽ കുറ്റങ്ങൾക്ക് അതിന്റെ അല്ലാഹു ഒരു ശിക്ഷ നൽകണം. അത് എല്ലാ തെറ്റുകളും കുറ്റങ്ങളും ശിക്ഷിക്കാതെ ശിക്ഷകൾ അത് കൂട്ടിവെച്ച് പരലോകത്ത് നിന്ന് തരലാണോ? അതല്ല, അതത് തെറ്റുകളും കുറ്റങ്ങളും നടക്കുമ്പോൾ അതിനുള്ളത് ശിക്ഷ ദുനിയാവിൽ നിന്ന് തന്നെ തന്നു തീർക്കലാണോ? ഏതാണ് ലക്ഷ്യം? അള്ളാഹ് തന്റെ അടിയാന് നന്മയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഒരു തെറ്റയാളിൽ നിന്ന് സംഭവിച്ചാൽ അതിനുള്ള ഉഖൂബത്ത് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഉടനെ അള്ളാഹു നൽകുന്നു. വഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർ, അള്ളാഹു അവന്റെ അടിയാറുകളിൽപ്പെട്ട ഒരു അടിയാറ് ശർറാണ് ഉദ്ദേശിച്ചതെങ്കിൽ അംസക അൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞുവെക്കും, അവനിൽ നിന്ന് തടഞ്ഞുവെക്കും. ബിദംബിഹി, അയാൾ തെറ്റ് ചെയ്യുമ്പോഴും അതിനുള്ള ശിക്ഷ അള്ളാഹ് കൊടുക്കാതെ അള്ളാഹ് തടഞ്ഞുവെക്കും. എന്നിട്ട് ഹത്താ യുവാഫിയ ബിഹി യൗമൽ ഖിയാമ, ആ അവൻ ചെയ്തു കൂട്ടിയിട്ടുള്ള മുഴുവൻ തെറ്റുകളുടെയും ശിക്ഷകൾ മുഴുവനും പൂർണ്ണമായ രൂപത്തിൽ അതുമായി ഖിയാമത്ത് നാളിൽ അള്ളാഹു അവനെ കണ്ടുമുട്ടും. അതാണ് അള്ളാഹ് ഒരാൾക്ക് ദോഷമാണ് ശർറാണ് ഉദ്ദേശിച്ചതെങ്കിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾ പറയൂ, മുസീബത്ത് നമുക്ക് ഈ ദുനിയാവിൽ ബാധിക്കണോ? പരീക്ഷണം ബാധിക്കണോ? ബാധിക്കട്ടെ. ഒരു ചെറിയ പരീക്ഷണം ബാധിക്കുന്നതോടുകൂടി ആകെ മനസ്സ് ഉലയുകയും വിശ്വാസത്തിന് കുറവ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. എന്നാൽ ഒരു മുസീബത്ത് ബാധിക്കുമ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം മനസ്സിലാക്കിയ ഒരു വ്യക്തി, അള്ളാഹുവിന്റെ ഖദറിനെയും ഖദറിനെയും അറിയേണ്ട പ്രകാരം അറിഞ്ഞ ഒരു വ്യക്തി, അള്ളാഹു ആർക്കാണ് മുസീബത്തുകൾ, ആർക്കാണ് ഈ ദുനിയാവിൽ വെച്ച് ശിക്ഷകൾ നൽകുന്നത്, ആ ശിക്ഷ നൽകുന്നതിന്റെ ഹിക്മത്ത് എന്താണ് എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഒരു പരീക്ഷണം കിട്ടിയാൽ എന്നെ അള്ളാഹു കൈവിട്ടിട്ടില്ലല്ലോ, അള്ളാഹു എനിക്ക് ഖൈറാണല്ലോ ഉദ്ദേശിച്ചത്, എനിക്ക് തിരുത്താൻ അവസരം, എന്റെ ഈ തെറ്റുകൾ അതിനുള്ളതായ ശിക്ഷ ഇവിടെ കൊണ്ട് തന്നെ അവസാനിച്ചല്ലോ, പരലോകത്തെ വലിയ ശിക്ഷയിലേക്ക് അത് നീട്ടിവെച്ചില്ലല്ലോ, അതിനയാൾ അൽഹംദുലില്ലാഹ് എന്നല്ലാതെ മറ്റെന്താണ് പറയുക? അതുകൊണ്ട് ഒരു മുസീബത്ത് ബാധിക്കുന്നത്, ഒരു പരീക്ഷണം ബാധിക്കുന്നത് നിഅമത്താണ്, അത് നിഅമത്താണ്. അതുകൊണ്ടാണ് ബലാഇനെ നിഅമത്തായിട്ട് എണ്ണിയിട്ടുള്ളത്. ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണങ്ങൾ തന്നെ കൊടുക്കും. പരീക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയും, അത് ഒറ്റ പട്ടാളക്കാരനായിട്ടല്ല വരിക, അത് വലിയ ബറ്റാലിയൻസ് ആയിട്ടാണ് വരിക. ഒന്നിൽ തുടങ്ങിയവ കൂടി വേറെ 10 100 അതിന്റെ ഒപ്പം പുറകെ വരും, ഒന്നും തീരൂല. അങ്ങനെ ഒരുപാട് പരീക്ഷണം വരുമ്പോ മനുഷ്യനങ്ങോട്ട് വിഷമിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം നമ്മുടെ അടുക്കൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകൾ മുഴുവനും ഇവിടെ നിന്ന് തന്നെ അള്ളാഹ് പരിഹാരം ചെയ്യിച്ച് അതിനുള്ള ശിക്ഷ നൽകി ഇവിടുന്ന് തന്നെ നമ്മളെ ശുദ്ധീകരിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ വഇന്നൽ അബ്ദ ലയംശി ഫിൽ അർദ് വലൈസ അലൈഹി ഖതിഅ, അങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഒരു മനുഷ്യൻ അവസാനം ഭൂമിയിൽ അയാൾ ഇങ്ങനെ നടക്കും. പരലോകത്തേക്ക് അദ്ദേഹം പോകാനൊരുങ്ങുന്ന ആ സമയത്ത് വലൈസ അലൈഹി ഖതിഅ, ഒരു പാപവും ബാക്കില്ല, എല്ലാം അതിനുള്ള ശിക്ഷ ഇവിടം കൊണ്ട് തന്നെ തീർന്ന് പാപവിമുക്തനായി നടന്നുകൊണ്ട് അദ്ദേഹം ദുനിയാവിൽ നിന്ന് പോകുന്നൊരവസ്ഥ ഏത് വേണം? ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസീബത്ത് നമുക്ക് വരുത്തുന്നുണ്ടെങ്കിൽ ആ മുസീബത്തിന് അവനൊരു ഹിക്മത്തുണ്ട്. ഹിക്മ ബാലിഗ, അങ്ങേയറ്റത്തൊരു ഹിക്മത്ത്, സ്വോദ്ദേശപൂർവമായൊരു ലക്ഷ്യം എന്നിതുവരെ നാം പറഞ്ഞു വന്നിട്ടുള്ളത്. ഈ ഹദീസ്
വഫി ഇസ്നാദിഹി സിനാൻ ഇബ്നു സഅദ്, അതിന്റെ സനദിൽ സിനാൻ ഇബ്നു സഅദ് അല്ലെങ്കിൽ സഅദ് ഇബ്നു സിനാൻ, സിനാൻ ഇബ്നു സഅദ് അല്ലെങ്കിൽ സഅദ് ഇബ്നു സിനാൻ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയുന്ന ഈ വ്യക്തി മുഖ്തലഫുൻ ഫീ, അദ്ദേഹത്തിന്റെ വിശ്വാസ്യത, അദ്ദേഹത്തിന്റെ സ്വീകാര്യതയുടെ കാര്യത്തിൽ ചെറിയ ഇഖ്തിലാഫുള്ള കാര്യമാണ്. അതുകൊണ്ട് ഹദീസിന് ചെറിയ ചില ദോഷങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ ആശയത്തിന്റെ ശവാഹിദുകൾ വേറെ വന്നിട്ടുള്ളതിനാൽ സഹീഹുൻ ബിശവാഹിദിഹി, ശവാഹിദുകളുടെ ബലം കൊണ്ട് അത് സഹീഹായി തീർന്നിട്ടുള്ള ഹദീസാണ്. സഹീഹുൻ ബിശവാഹിദിഹി, അതാണ് അതിന്റെ പ്രത്യേകത. അപ്പോ ഒരു പരീക്ഷ ഒരാൾക്ക് കിട്ടിയാൽ മുഅ്മിനായ ഒരു മനുഷ്യൻ, മുഖ്ലിസായ ഒരു മനുഷ്യൻ ആദ്യം അൽഹംദുലില്ലാഹ് എന്നാ പറയും, എന്നെ അള്ളാഹ് കൈവിട്ടിട്ടില്ല, അള്ളാഹ് എന്നെ കൈവിട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ് എനിക്ക് പരീക്ഷണം വരുന്നു എന്നുള്ളത്. രണ്ട്, ആ പരീക്ഷണം വരുന്ന സന്ദർഭത്തിൽ എന്നിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റ് ഈ പരീക്ഷണമാകുന്ന ശിക്ഷയിലൂടെ അള്ളാഹ് അതിന് ഇവിടുന്ന് തന്നെ ശിക്ഷ നൽകി, പരലോകത്തിന് ഇനി അതിൽ അതിന് ശിക്ഷ ഉണ്ടാവില്ലല്ലോ എന്നയാൾക്ക് പ്രത്യാശിക്കാവുന്നതാണ്. മൂന്ന്, ആ പരീക്ഷണം വരുമ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുകയും അയാളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകൾ തിരുത്തുകയും പിന്നീട് കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അത് ക്ഷമിക്കുന്നു, കൂടുതൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നു, അത് മുഖേന അദ്ദേഹത്തിന്റെ ദറജകൾ ഉയർത്തപ്പെടുന്നതിന് അതും കാരണമായി തീരുന്നു. എല്ലാം കൊണ്ടും ഹൈറ് മാത്രം. മറിച്ച് അള്ളാഹുവിനെ ശിക്ഷിക്കാതിരിക്കുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ നന്നാകാത്ത വിധം അത്ര കയറന്നിട്ട് ലൂസാക്കി കൊടുക്കും, നടക്കില്ല എന്ന് വഴിക്കുക. അങ്ങനെ അള്ളാഹു ഇംഹാന് ചെയ്തു കൊടുക്കും. അള്ളാഹ്ക്ക് കുറേയധികം സ്വാതന്ത്ര്യവും സാവകാശവും നൽകും. അയാളെ അള്ളാഹു ഇസ്തിദ്റാജ് നടത്തും. മാക്സിമം തെറ്റുകൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും അള്ളാഹ് അദ്ദേഹത്തിന് നൽകും. ആ സമയത്തൊക്കെ അയാൾ തെറ്റിദ്ധരിക്കും, അയാൾ മഗ്റൂറാണ്, അള്ളാഹ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണല്ലോ ഞാൻ ഈ തെറ്റൊക്കെ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടം പോലെ ദുനിയാവിന് സൗകര്യങ്ങൾ സമൃദ്ധമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, അത് ഇസ്തിദ്റാജാണ്, അയാൾ അള്ളാഹ് കൈവിട്ടതാണ്. ആ അവസ്ഥ വരാതിരിക്കട്ടെ. മറിച്ച് ഏറ്റവും നല്ലത് പരീക്ഷണങ്ങൾ ഇങ്ങനെ വരണം. ഒരു തെറ്റ് നമ്മുടെ ഒരിക്കൽ നിന്ന് സംഭവിച്ചു, അള്ളാഹ് ഇനി നമുക്കൊരു പരീക്ഷണം തന്നു, അതിലൂടെ ആ തെറ്റ് പുറത്തു, നമ്മളത് തിരുത്തി, നമ്മൾ കൂടുതൽ ക്ഷമിച്ചു, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ശ്രമിച്ചു, നമ്മുടെ ദർജകൾ ഉയർന്നു. അതുപോലെ തന്നെ പരീക്ഷണങ്ങൾക്ക് മീതെ പരീക്ഷണങ്ങൾ കുമിഞ്ഞുകൂടി വന്നു. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാം അത് മുഖേന ആ പാപങ്ങളൊക്കെ പുറത്തു തന്നാൽ ഈ ഭൂമിയിലൂടെ നടക്കുന്ന അങ്ങനത്തെ എത്ര മനുഷ്യന്മാരുണ്ട്, വലൈസ അലൈഹി ഖതിയ, ഒരു പാപം പോലുമില്ല, എല്ലാം ഈ പരീക്ഷണങ്ങളാൽ പൊറുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥ നമുക്ക് വരികയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഞമ്മത്തേതാണ് വരാനുള്ളത്? وقال النبي صلى الله عليه وسلم, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി വായിക്കാൻ പോകുന്ന ഹദീസ് അത് ഈ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ഭാഗമല്ല, ഇത് വേറെ ഹദീസിന്റെ തുടക്കമാണ്. അത് ഒരേ സനദ് ഒരേ സഹാബിയിൽ നിന്ന്, തിർമിദി തന്നെ ഈ രണ്ട് ഹദീസും ഒരേ സനദിൽ ഒരേ സഹാബിയിൽ നിന്ന് ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു ഹദീസിന്റെ ഭാഗമെന്നോണം തുടർച്ചയായി അദ്ദേഹം ഇങ്ങോട്ട് പറയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇത് രണ്ട് വ്യത്യസ്തമായ ഹദീസുകളാണ്. ഇന്ന ഉളമൽ ജസാഇ മാ ഉളമിൽ ബലാ. ഉളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിപ്പം എന്നാണ്. ജസാ പ്രതിഫലത്തിന്റെ വലിപ്പം, മാ ഉളമിൽ ബലാ പരീക്ഷണത്തിന്റെ വലിപ്പത്തിനനുസരിച്ചാണ്. നമുക്കുള്ള പരീക്ഷണം എത്രത്തോളം വലുതാകുന്നോ അത്രത്തോളം നമുക്കുള്ള പ്രതിഫലം വർദ്ധിക്കുകയും ചെയ്യും. ഇവിടെ ഒരു ചർച്ച വരുന്നുണ്ട്. എന്താ ചർച്ച? പരീക്ഷണം കൊണ്ട് ഒരാൾക്ക് പ്രതിഫലം വേറെ ലഭിക്കുന്നുണ്ടോ, അതോ പാപം പൊറുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ? പരീക്ഷണങ്ങളിലൂടെ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടതാണ്, യാതൊരു സംശയമില്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വഇന്ന റജുൽ ലയംശി അലൽ അർദ് വലൈസ അലൈഹി ഖതിഅ. അത് പരീക്ഷണത്തിന്റെ ഫലമാണ്. ഒരു പാപവുമില്ല, എല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിൽ അയാൾ ഭൂമിയിലൂടെ നടന്നു പോകുന്ന ഒരു സ്ഥിതി സംജാതമാകും. ഇങ്ങനെ പാപം പൊറുക്കും. പക്ഷെ പാപം പൊറുക്കമല്ലാതെ പരീക്ഷണം കൊണ്ട് ഒരു മനുഷ്യന് പ്രതിഫലം ലഭിക്കുമോ? പ്രതിഫലം ലഭിക്കും എന്നുള്ള കാര്യം ചിലർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ചില ആളുകൾ പ്രതിഫലം ലഭിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തഹഖീഖ് ഇപ്രകാരമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹു തആല ഇത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു,
അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്: ഇന്നൽ മസായിബ യുസാബു അലൈഹാ മഅ തക്ഫീരിൽ ഖതായ എന്ന് ചില ആളുകൾ തെളിവ് പറയാറുണ്ട് ഈ ഹദീസ് പിടിച്ചുകൊണ്ട്. മുസീബത്തുകൾ ഒരാളെ ബാധിച്ചാൽ പാപങ്ങൾ പൊറുക്കുന്നതിന് പുറമെ വേറെ പ്രതിഫലം അയാൾക്ക് ലഭിക്കും എന്ന് ചിലർ പറയാറുണ്ട്. പറയുന്നതിന് ഈ ഹദീസ് തെളിവാക്കാറുമുണ്ട്. എന്നാൽ ഇബ്നു ഖയ്യിം പറഞ്ഞത് അന്ന സവാബഹാ തക്ഫീറുൽ ഖതായ ഫഖത്ത്. മുസീബത്ത്, ഒരാൾക്ക് ആപത്തുകൾ, ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ വന്നാൽ അതിനുള്ള പ്രതിഫലം പാപം പൊറുക്കൽ മാത്രമാണ്. إلا إذا كانت سببا لعمل صالح كالصبر والرضا والتوبة والاستغفار فإنه حينئذ يثاب على ما تبلد منها. എന്നാൽ ഒരു പരീക്ഷണം ഒരാൾക്ക് വന്നിറങ്ങിയപ്പോൾ ആ പരീക്ഷണം കൊണ്ട് അയാളുടെ പാപം പൊറുക്കുക എന്നുള്ളതുണ്ടായി. അതിനുശേഷം ആ പരീക്ഷണത്തിലൂടെ കൂടുതൽ നല്ല പ്രവർത്തനം ചെയ്യാൻ അയാൾക്ക് പ്രേരണ കിട്ടി. ഏതുപോലെ അയാൾ നന്നായി ക്ഷമിച്ചു. പൂർണ്ണമായ തൃപ്തി അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറഞ്ഞു. വത്തൗബ, അയാളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകളിൽ നിന്നൊക്കെ അദ്ദേഹം തൗബ ചെയ്തു. വലിസ്തിഗ്ഫാർ, അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി കെഞ്ചി. അങ്ങനെയുള്ള ഇത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ ഈ മുസീബത്ത് മുഖേന അദ്ദേഹം ചെയ്താൽ അതിൽ നിന്നുണ്ടായിട്ടുള്ള, അതിൽ നിന്ന് ഉത്ഭൂതമായിട്ടുള്ള പുണ്യകർമ്മങ്ങൾക്ക് ആ പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലം വേറെ കിട്ടും. ഈ രൂപത്തിലാണ് ഈ ഹദീസിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരീക്ഷണത്തിന്റെ വലിപ്പത്തിനനുസരിച്ച് പ്രതിഫലത്തിന്റെ വലിപ്പവും ഉണ്ടാകും. അഥവാ ആ പരീക്ഷണം കൊണ്ട് മാത്രമേ കിട്ടൂല, ആ പരീക്ഷണത്തെ പോസിറ്റീവായി എടുക്കുകയും അങ്ങനെ ക്ഷമിക്കുകയും പ്രതിഫലം കാണിക്കുകയും തൗബ നടത്തുകയും ഇസ്തിഗ്ഫാർ നടത്തുകയും റിളാ കാണിക്കുകയും സബ്ർ കാണിക്കുകയും ഒക്കെ ചെയ്താൽ ആ കാര്യങ്ങൾക്ക് അതിന്മേലുള്ള പ്രതിഫലം അല്ലാഹു വാർത്തരും. അല്ല എങ്കിൽ മുസീബത്ത് കൊണ്ട് അയാളുടെ പാപങ്ങൾ പൊറുക്കുക എന്നത് മാത്രമായിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ മസ്അല തഹ്ഖീഖ് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. അതിനാൽ നല്ല പരീക്ഷണം, ആർക്കാ നല്ല പരീക്ഷണം ഉണ്ടാകും? നല്ല എന്ന് പറഞ്ഞാൽ കഠിനമായ പരീക്ഷണം. അള്ള ഒരാളെ ഇഷ്ടപ്പെട്ടാൽ അള്ള നന്നായി പരീക്ഷിക്കും. അള്ള ഒരാളെ നന്നായി ഇഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? അയാൾ നല്ല ഈമാനുള്ള, നല്ല സൂക്ഷ്മതയുള്ള, നല്ലൊരടിയാനാണെങ്കിൽ അയാളെ നന്നായി പരീക്ഷിക്കും. അള്ളാഹുവിനോട് ഏറ്റവും അടുത്തവനായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബിനെ അള്ള പരീക്ഷിച്ചതിന് കണക്കുണ്ടോ? അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശദ്ദുന്നാസി ബലാഅൻ അൽ-അംബിയാ ثم الامثل فالامثل. ഏറ്റവും അധികം പരീക്ഷിക്കപ്പെടുന്നത് അമ്പിയാക്കന്മാരാണ്. അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ഇബാദുകൾ. അതുകൊണ്ട് അവരെ ഏറ്റവും അധികം പരീക്ഷിക്കും. അവരെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം പരീക്ഷിക്കുക ഏറ്റവും നല്ലവരാരാണോ അവരെയാണ് അള്ളാഹ് ഏറ്റവും പരീക്ഷിക്കുക. ഇന്ന് നേരെ മറിച്ചാ നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരാൾക്കൊരു പരീക്ഷണം കണ്ടുണ്ടായാൽ കണ്ടില്ലേ കയ്യടിച്ചിരിക്കും. ആ കയ്യടിച്ചിരിക്കുന്നവൻ എത്രയോ മോശപ്പെട്ടവൻ, ആ പരീക്ഷണം വന്നവൻ എത്രയോ നല്ലവരുമായിരിക്കും അള്ളാന്റെ കണക്കിൽ. കാരണം അള്ളാഹ് അയാൾക്ക് പരീക്ഷണം കൊടുത്തത്, നിന്നെ മനുഷ്യ ഞാൻ കൈവിട്ടിട്ടില്ല, നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഈ പരീക്ഷണം നിനക്ക് നൽകി നിന്റെ പാപങ്ങൾ ഞാൻ പുറത്തു തരുന്നതിന് കാരണമാകുന്നു. ഈ പരീക്ഷണത്തെ നീ പോസിറ്റീവായി എടുക്കുകയും എന്നിട്ട് നിന്റെ ജീവിതത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കി തെറ്റുകൾ തിരുത്തുകയും തൗബ നടത്തി ഇസ്തിഗ്ഫാർ നടത്തി അള്ളാഹുവിന്റെ ഈ പരീക്ഷണത്തെക്കുറിച്ച് ശരിക്ക് നല്ല നിലക്ക് മനസ്സിലാക്കി മനസ്സിൽ പിന്നീട് ഈ പരീക്ഷണം മുഖേന ഇദ്ദേഹം നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, നല്ല നല്ല സമീപനങ്ങൾ സ്വീകരിച്ചതിനുള്ള പ്രതിഫലങ്ങൾ വേറെയും കിട്ടുന്നു. ഇങ്ങനെ അള്ളാഹ് അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തിക്കൊടു. മറ്റയാളോ അയാളെ നോക്കിയിട്ട് കൈകൊട്ടിങ്ങനെ ചിരിക്കും. അപ്പൊ കണ്ടില്ലേ. എങ്ങനെയാണ് ആയത്തുകളിൽ ഹദീസുകളിൽ പരീക്ഷണത്തെ കാണാൻ വേണ്ടി പറഞ്ഞത് എന്നറിയാത്ത ചില വിഡ്ഢികൾ അവര് പരീക്ഷണത്തിൽ ഇരയാകുന്ന ആളുകളെ നോക്കിയിട്ട് ചിലപ്പോൾ കൈകൊട്ടിയിട്ട് ചിരിക്കും. ആ കൈകൊട്ടി ചിരിച്ചത് അവർക്ക് ബാക്കിയുണ്ടാകും, വേറെ ഒന്നും ഉണ്ടാകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹി ഉഹദ് യുദ്ധത്തിൽ എതിരാളികൾ മുശ്രിക്കുകൾ ഒരുക്കിയിട്ടുള്ള കെണിയിൽ വീഴുകയും റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിപ്പോവുകയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ശരിക്ക് ആഴത്തിൽ മുറിവേൽക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ട് ഈ ആപത്തുകളൊക്കെ വരുത്തുന്നതിന് കാരണക്കാരായിട്ടുള്ള അവരെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ പ്രാർത്ഥിച്ചപ്പോൾ ലൈസ ലക മിനൽ അംരി ശൈ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ കാര്യത്തിൽ നബിയെ താങ്കൾക്കൊന്നുമില്ല. ആരെ ശിക്ഷിക്കണം, ആരെ ശപിക്കണം, ആരെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ ആരെ ഹിദായത്തിലാക്കണം, ഇത് അല്ലാഹുവിന്റെ തീരുമാനം. അതിന്റെ നബിയെ താങ്കൾക്കൊന്നുമില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ പരീക്ഷണം കൊണ്ട് ഒരുപാട് ദർജ കൂടും, ഒരുപാട് ദർജ കൂടും. അതൊരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ, ഒരു മനുഷ്യനെ സ്ഫുടം ചെയ്യാൻ, പാപങ്ങളിൽ നിന്ന് അയാൾക്ക് വിമുക്തി നൽകാൻ, അയാളുടെ മർത്തബകൾ, അയാളുടെ ദർജകൾ ഉയർത്താൻ അതിന് കാരണമായി തീരും. അതിനാൽ ഈ ഹദീസ് ഇന്ന ഉളമൽ ജസാഇ മാ ഉളമിൽ ബലാ, ആ ഹദീസ് രണ്ട് രൂപത്തിൽ അതിനെ ഉലമാക്കൾ മനസ്സിലാക്കി വരുന്നു. മുസീബത്തുകൾ മുഖേന പാപങ്ങൾ പൊറുക്കുക എന്നതുണ്ട്, പ്ലസ് വേറെയും അത് മുഖേന അല്ലാഹ് പ്രതിഫലം നൽകുന്നുണ്ട്. ഇങ്ങനെ മനസ്സിലാക്കുന്നവർ. എന്നാൽ ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള മുഹദ്ദിസുകൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് പരീക്ഷണങ്ങൾ മുഖേന, മുസീബത്തുകൾ മുഖേന പാപങ്ങൾ പൊറുക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ആ പരീക്ഷണം മുഖേന അയാൾ പല നന്മകളും പിന്നെ ചെയ്യാൻ കാരണമാകും. ചിലര് നന്മകൾ ചെയ്യാൻ കാരണമാകും, ചിലര് പരീക്ഷണം കൊണ്ട് പാറ്റ വിലങ്ങെടുത്തിട്ട് കൂടുതൽ മാസിയത്തിലേക്കും അവർ വഴികേടിൽ തന്നെ അവർ മൂടുറച്ചു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകും. അവർക്ക് കിട്ടൂല. മറിച്ച് ഈ പരീക്ഷണത്തെ പോസിറ്റീവായി എടുക്കുകയും ക്ഷമിക്കുകയും മനസ്സിൽ നിറയുകയും അള്ളാഹുവിന് സർവ്വതാ കീഴ്പ്പെടുകയും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നടത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് അത് ഈ പരീക്ഷണം മുഖേന അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള നല്ല കാര്യങ്ങളാണ്, അതിനുള്ള പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നല്ലാഹ തആല ഇദാ ഹബ്ബ ഖൗമൻ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ജനതയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കും. അല്ലാഹു പരീക്ഷിക്കുന്നത് അവരിഷ്ടപ്പെടുന്നവരെയാണ്. ഇഷ്ടപ്പെടാത്ത ആളുകളെ, അല്ലാഹു ഒഴിവാക്കി വിട്ട ആളുകളെ അല്ലാഹു ഇസ്തിദ്റാജ് നടത്തുകയാണ് ചെയ്യുന്നത്. അവർക്ക് അല്ലാഹു ഇംഹാന് നൽകുകയാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി സാവകാശം, കുറച്ചുകൂടി സ്വാതന്ത്ര്യം, കുറച്ചുകൂടി സൗകര്യം കൊടുക്കും. ചെയ്തോ, മാക്സിമം ചെയ്തോ, നിന്റെ ധിക്കാരത്തിന്റെ കൊടുമുടിയിൽ നീ കയറി നിൽക്ക്, അവസാനം നിന്നെ ഞാൻ പിടിക്കും. അങ്ങനെ ഞാൻ പിടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകില്ല. നിങ്ങൾ ആ നാശത്തിന്റെ കുഴിയിൽ, പടുകുഴിയിൽ നിങ്ങൾ അകപ്പെട്ടു പോവുകയും ചെയ്യും. ഇതാണ് അവസ്ഥ. മറിച്ചൊരുത്തർ ഇഷ്ടപ്പെട്ടാൽ തെറ്റ് മനുഷ്യരുണ്ടാവും, തെറ്റില്ലാത്ത മനുഷ്യരില്ല. ആ തെറ്റ് സംഭവിച്ചാൽ ദുനിയാവിൽ തന്നെ അന്നൊരു പരീക്ഷണം കൊടുത്തിട്ട് അതിന്റെ പരിഹാരമാകും, ആ പാപം അങ്ങ് പുറത്തു കൊടുക്കും. പിന്നെ ആ പരീക്ഷണം വരുമ്പോൾ അതിനെ ഒരാൾ പോസിറ്റീവായി എടുക്കുന്നതോടുകൂടി അയാൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നതിന് അത് കാരണമാകുന്നു. തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുണ്യകർമ്മങ്ങൾ ആ മുസീബത്ത് കാരണത്താൽ അയാൾ ചെയ്യാൻ ഇടവരുന്നു. അതിന്റെ പ്രത്യേകം പ്രതിഫലങ്ങൾ വർദ്ധിപ്പിച്ച് അദ്ദേഹത്തിന്റെ മർത്തബ ഉയർത്തുകയും ഉന്നതമായ മൻസിലയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കുകയും ചെയ്യും. ഇതാണ് ഇതിന്റെ അർത്ഥമായി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു കൂട്ടർ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. ഫമൻ റളിയ ഫലഹു റിളാ, അള്ളാന്റെ പരീക്ഷണത്തിൽ ഒരാൾ തൃപ്തി പൂണ്ടാൽ, തൃപ്തി കൈക്കൊണ്ടാൽ ഫലഹു റിളാ, അവൻ അള്ളാഹുവിന്റെ റിള ഉണ്ടായി. അള്ളാന്റെ റിള എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അള്ളാന്റെ റിള എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബയ്യിനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. റളിയല്ലാഹു അൻഹും വറദു അൻഹു ذلك لمن خشي ربه رضي الله عنهم, അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ തൃപ്തിപ്പെടുക എന്നുള്ള സംഗതി ഒന്ന് വേറെയാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലുള്ളവരെ സ്വർഗത്തിലേക്കും നരകത്തിലുള്ളവരെ നരകത്തിലേക്കും വിചാരണയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് സ്വർഗത്തിലായ ആളുകൾ അല്ലാഹു അവരോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഇനി എന്ത് വേണം നിങ്ങൾക്ക്? ചോദിച്ചോളൂ. സ്വർഗസ്ഥനായ ആളുകൾക്ക് ഓഫർ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് വേണം?
അങ്ങനെ സ്വർഗസ്ഥരായ ആളുകൾ എല്ലാവരും കൂടിയാലോചിച്ചിട്ട് അള്ളാഹിനോട് പറയുന്നു, അള്ളാഹുവേ നിന്റെ റിള വേണം ഞങ്ങൾക്ക്, നിന്റെ റിള, നിന്റെ തൃപ്തി വേണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയാണ്, ഞാൻ നിങ്ങളെ തൃപ്തിപ്പെട്ട് നിങ്ങളെ നരകത്തിൽ പോകാതെ നിങ്ങളെ നേരെ സ്വർഗത്തിൽ കൊണ്ടുവന്നില്ലേ, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നിങ്ങൾക്ക് നൽകിയില്ലേ, നിങ്ങൾക്ക് ഇതൊക്കെ ഞാൻ ചെയ്തു തന്നില്ലേ? അത് ഞാൻ ചെയ്തു തന്നത് എനിക്ക് നിങ്ങളോട് റിള തൃപ്തിയുള്ളത് കൊണ്ടല്ലേ? പോരെ അത് നിങ്ങൾക്ക്. അപ്പൊ റിള കിട്ടിയെന്നുള്ള കാര്യം, റിള കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞു. അതുപോട്ടെ, റിള നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതാണ്, ഇനി അതിന്റെ പുറമെ വേറെന്ത് വേണം? അപ്പോ സ്വർഗസ്ഥരായ ആളുകൾ വീണ്ടും കൂടിയാലോചിച്ചിട്ട് അവർ പറയുന്നു, അല്ലാഹുവേ നിന്റെ വജ്ഹ്, നിന്റെ മുഖമൊന്ന് കാണാനുള്ള തൗഫീഖ് തരണം. ചില ആളുകൾ, പ്രത്യേകിച്ച് അശാഇറ, നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക മൗലവിമാരും മുസ്ലിയാക്കന്മാരും ഒക്കെ അശാഇറത്തിന്റെ ചിന്താഗതി തലയിൽ കുത്തി നിറച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ വജ്ഹ്, റബ്ബേ നിന്റെ വജ്ഹ്, നിന്റെ മുഖമൊന്ന് കാണണം എന്നതിന് അവർ വ്യാഖ്യാനിക്കാം നിന്റെ തൃപ്തി പാടുന്ന. അള്ളാന്റെ വജീകരണം അള്ളാന്റെ തൃപ്തിനാണ്, രണ്ടും രണ്ടാത്തങ്ങൾ. കാരണം സ്വർഗസ്ഥരായ ആളുകളോട് ആദ്യം എന്തുവാണെന്ന് ചോദിക്കുന്ന റിള വേണമെന്ന് അവരാവശ്യം. അപ്പൊ അള്ള പറഞ്ഞ റിള കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് തൃപ്തിപ്പെട്ടത് കൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയത്, അതിനപ്പുറം വേറെന്ത് വേണം? അപ്പോഴാണ് പിന്നെ റിള കിട്ടി എന്ന കാര്യം അള്ള ഉറപ്പിച്ചു പറഞ്ഞപ്പോഴാണ് അവർ പറയുന്നത്, വജ്ഹ് കാണിച്ചു തരണം. വജ്ഹ് കിട്ടണമെന്നല്ല, വജ്ഹ് കാണിച്ചു തരണം, വജ്ഹിലേക്ക് നോക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വജ്ഹിന്മേലുള്ള ആ ഹിജാബ് നീക്കിയിട്ട് അവർക്ക് അള്ളാഹുവിന്റെ വജ്ഹ് നോക്കിക്കാണാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം കൊടുക്കുന്നു. അത് എല്ലാ ആഴ്ചയിലും അള്ളവർക്ക് അവന്റെ വജ്ഹ് കാണാനുള്ള ഭാഗ്യം ചെയ്തു കൊടുക്കും. വജ്ഹ് മറ്റൊന്നാണ്, അള്ളാന്റെ വജ്ഹ് തന്നെയാണ്. വജ്ഹ് എന്ന വാക്കിന്റെ അർത്ഥം മുഖം എന്നാണ്. ഇത് രണ്ടും ഒന്നായിട്ട് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്, അത് തെറ്റാണ്. റിള മറ്റൊന്നാണ്. ഏതാണെങ്കിലും ശരി, വജ്ഹ് കാണുക എന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. അതിന്റെ താഴ്ന്ന സംഗതിയാണ് റിള എന്നുള്ളത്. ആ റിള ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അള്ളാഹുവിനെ ഭയപ്പെട്ട ആളുകൾക്ക് അള്ളാഹു അവരെ തൃപ്തിപ്പെടും. അവരെ അള്ളാഹ് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹു ഇഷ്ടപ്പെട്ടു. അള്ളാഹിന്റെ റിള, അള്ളാഹിന്റെ തൃപ്തി, അള്ളാഹിന്റെ പൊരുത്തം അവർക്ക് ലഭിച്ചു. ദാലിക ലിമൻ ഖശിയ റബ്ബ, അവനവന്റെ റബ്ബിനെ അറിഞ്ഞു ഭയപ്പെട്ട ആളുകൾക്ക് അള്ള കൊടുക്കുന്ന കാര്യമാണ് റിള. ആ റിള അതാണ് ഇവിടെ പറയുന്നത്. ആ റിള ആർക്കാണ് കിട്ടുന്നത്? അള്ളാഹുവിന്റെ ഖദാഇലും ഖദറിലും. അവൻ മുസീബത്ത് നൽകിയെങ്കിൽ മുസീബത്ത്, അവൻ നമുക്ക് റഹത്തുൽ ഐശ് നൽകിയെങ്കിൽ റഹത്തുൽ ഐശ്, അവൻ നൽകിയതിനെ പൂർണ്ണ മനസ്സോടെ സംതൃപ്തിയോടുകൂടി സ്വീകരിച്ച ആളുകൾ അവർക്ക് അള്ളാഹുവിന്റെ റിള ലഭിക്കും. വമൻ സഖിത ഫലഹു സഖ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കണക്കാക്കിയതിൽ, അവന്റെ ഖദാ ഖദറിൽ അവൻ ചിലപ്പോൾ ചില മുസീബത്തുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ മുസീബത്തുകളിൽ ഒരാൾക്ക് വെറുപ്പും ദേഷ്യവും തോന്നിയാൽ, വെറുപ്പ് തോന്നിയാൽ ഫലഹു സഖത്ത്, അതിന് അവനുള്ള ശിക്ഷ എന്തായിരിക്കും? അള്ളാഹുവിന്റെ സഖത്ത്, അള്ളാഹുവിന്റെ കോപം അവനുണ്ടായിരിക്കും എന്ന ഹദീസുൻ റവാഹു തിർമിദി വഹസന. ഇമാം തിർമിദി രേഖപ്പെടുത്തുകയും ഹസനാണ് എന്നതിനെ സംബന്ധിച്ച് വിധി പറയുകയും ചെയ്തിട്ടുള്ള ഹദീസാണ്. ആ ഹദീസ് നമ്മൾ കാണാം. എന്നിട്ട് ഈ പരീക്ഷണം കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടും. പരീക്ഷണം മുഖേന മറ്റ് നന്മകൾ ഒരു മനുഷ്യൻ ചെയ്താൽ അയാൾക്ക് പ്രതിഫലങ്ങൾ വേറെ കിട്ടും. അയാളുടെ ദറജ അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹു ഉയർത്തിക്കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് തഖ്ദീർ, അള്ളാഹുവിന്റെ തഖ്ദീറിൽപ്പെട്ടതാണ്, ഖദറിൽപ്പെട്ടതാണ്, ഖളായിൽപ്പെട്ടതാണ് എന്ന് കരുതി അള്ളാഹുവിന്റെ ഏകത്വത്തിൽ ശരിക്കും വിശ്വസിച്ചുകൊണ്ട് അത് അംഗീകരിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് അള്ളാഹിന്റെ റിള കിട്ടും. അത് ഒരാൾ സഖത്ത് കാണിച്ചാൽ ഫലഹു സഖത്ത്, അയാൾക്ക് പരലോകത്തുണ്ടായിരിക്കുന്നത് അള്ളാഹുവിന്റെ കോപം മാത്രമായിരിക്കും. ഇതാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള തെളിവുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഈ ഹദീസ്, ഇപ്പൊ നമ്മൾ ഈ അധ്യായത്തിൽ വായിച്ച 2-3 ഹദീസുകൾ, ആ വാഴയിൽ വന്നിട്ടുള്ള മറ്റ് നിരവധി ഹദീസുകളും തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള തെളിവിൽപ്പെട്ടതാണ്. ഏകത്വത്തിന്റെ മസായിലുകൾ തഹ്രീർ ചെയ്യാനുള്ള തെളിവിൽപ്പെട്ടതാണ്.
അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്നു, അമ്പിയാക്കന്മാർക്ക് അവരുടെ സ്വന്തം ശരീരത്തിൽ കടുത്ത പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന് ശരീരത്തിൽ ബാധിച്ചിട്ടുള്ള പരീക്ഷണങ്ങൾ അത് ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. സക്കരിയ നബിക്ക് മക്കളില്ലാതെ അദ്ദേഹം അവസാനം ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്ലാഹുവോട് പ്രാർത്ഥിച്ചത് ഇങ്ങനെ ശാരീരികമായും മാനസികമായും പരീക്ഷണങ്ങൾ അമ്പിയാക്കന്മാർക്ക് വരാറുണ്ട്. യഥാർത്ഥത്തിൽ അള്ളാന്റെ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആത്യന്തികമായ പരിഗണനയിൽ അത് അള്ളാഹുവിന്റെ റഹ്മത്ത് മാത്രമാണ്. അള്ളാഹ് ഒരു ഹൈറ് നൽകിയാൽ ആ ഹൈറ് തടുക്കാനോ അള്ളാഹ് നമുക്കൊരു മുസീബത്ത് നൽകിയാൽ ആ മുസീബത്തിനെ തടഞ്ഞു മാറ്റാനോ അള്ളാഹ്ക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല എന്നത് മനസ്സിലാക്കിയാൽ ആറഫ ഇത് മനസ്സിലാക്കുന്ന ഒരാൾ അയാൾ മനസ്സിലാക്കേണ്ടി വരുന്നു അന്നഹും ലാ യംലികൂന ലിഅൻഫുസിഹിം നഫ്അൻ വലാ ദഫഅ. അമ്പിയാക്കന്മാർക്ക് പോലും അവരുടെ സ്വന്തം കാര്യത്തിൽ ഉപകാരമോ അപകാരമോ വരുത്താൻ കഴിയാത്തവരാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ എനിക്ക് കൈപറിയുമായിരുന്നുവെങ്കിൽ ഒരുപാട് ഹൈർ വാരിക്കൂട്ടാമായിരുന്നു, എനിക്കൊരു ദോഷവും വരാതെ എനിക്കത് തടഞ്ഞു മാറ്റാനും പറ്റുമായിരുന്നു. മറിച്ച് അമ്പിയാക്കന്മാർക്ക് പോലും അവരുടെ സ്വന്തം കാര്യത്തിൽ പോലും ഒരു ഉപകാരം വരുത്താനോ ഉപദ്രവം വരുത്താനോ അവർക്ക് സാധ്യമല്ല. അതിനാൽ അമ്പിയാക്കന്മാർ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരമോ ഉപദ്രവമോ വരുത്താൻ കഴിയാത്തവരുമായിരിക്കും. അവർക്ക് തന്നെ കഴിയില്ലെങ്കിൽ മറ്റുള്ളവർക്ക് തീരെയും വരുത്താൻ കഴിയില്ല. അതിനാൽ അമ്പിയാക്കന്മാരെ ഒരാൾ ലക്ഷ്യം വെക്കുന്നു, അമ്പിയാക്കന്മാരോട് ചോദിക്കുന്നു, അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നു. ഒരുത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അല്ലെങ്കിൽ അവന്റെ വിഷമങ്ങൾ ദൂരീകരിക്കാൻ ഇത് പാടില്ലാത്ത കാര്യമാണെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അതിനാൽ ഇത് തൗഹീദിന്റെ അതില്ലത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷണം ഉണ്ടായാൽ ആ പരീക്ഷണം അള്ളാഹ്ക്ക് മാത്രമേ വരുത്താൻ സാധിക്കൂ. അള്ളാഹ് പരീക്ഷണം വരുത്തുന്നത് ആദിയായ ഇൽമിൽ മുൻകഴിഞ്ഞൊരു കാര്യത്തെയാണ്. അത് ലൗഹിൽ രേഖപ്പെടുത്തിയതാണ്. അതിന്റെ സന്ദർഭം വന്നപ്പോൾ അവന്റെ പ്രത്യേക മശീയത്ത് പ്രകാരം അവനെ പുലർത്തിയതാണ്. അത് തടയാൻ ആർക്കും സാധ്യമല്ല. ഒരു ഉപകാരം അത് അള്ളാഹ് നൽകാൻ വിചാരിച്ചാൽ അത് തട്ടിമാക്കാൻ, ഒരു ഉപദ്രവം അള്ളാഹ് വരുത്താൻ വിചാരിച്ചാൽ അത് വേണ്ടത് വെക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഒരു മുസീബത്താണ് വന്നതെങ്കിൽ അതിനെ പോസിറ്റീവായിട്ട് കാണാൻ ഒരു മുഅ്മിൻ തയ്യാറാകണം. ഒരു മുഅ്മിനിന്റെ കാര്യം മഹാത്ഭുതം തന്നെ. അവന്റെ മുഴുവൻ കാര്യങ്ങളും അവന് ഗുണകരമായി ഭവിക്കും. അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും ഹൈറും ശർറും രണ്ടും ഒരുപോലെ ഗുണകരമാക്കി തീർക്കാൻ പറ്റുന്നത് ഒരു മുഅ്മിനിന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണത്? ഇന്ന അസാബത്തുഹു സർവ ശക്ർ. അയാൾക്ക് സന്തോഷകരമായ കാര്യങ്ങൾ ബാധിക്കുമ്പോൾ അയാൾ അതിന് ശുക്ർ കാണിക്കുന്നു. ഫകാന ഖൈറല്ല, അത് അയാൾക്ക് ഖൈറായിട്ട് ഭവിക്കുന്നു. വഇന്ന അസാബത്തുഹു മർറാഉ, മറിച്ച് അയാൾക്ക് മുസീബത്താണ് ബാധിക്കുന്നത്, ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അയാളെ ഏൽക്കുന്നത് എങ്കിൽ സ്വബർ, അയാൾ കണക്കാക്കുന്നത്, അയാൾ വിശ്വസിക്കുന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആർക്കും തട്ടിമാറ്റാൻ കഴിയില്ല. അത് അള്ളാഹ് വരുത്തിയതിന് നല്ല ഹിക്മത്ത് അള്ളാഹ്ക്കുണ്ട്, സ്വോദ്ദേശപൂർവമായ രക്ഷയുണ്ട്. അത് റഹ്മത്താണ്. അത് മുഖേന ഇവിടുന്ന് തന്നെ അള്ളാഹ് സ്ഫുടം ചെയ്തെടുത്തിട്ട് എന്നെ കഴുകിത്തുടച്ച് ശുദ്ധനാക്കിയിട്ട് പരലോകത്തേക്ക് കൊണ്ടുപോകാനാണ്. അതിനയാൾ അത് ക്ഷമിക്കുന്നു, മനസ്സിൽ സംതൃപ്തി നിറയുന്നു, അയാൾ അതിനെ സർവ്വതാക്കിപ്പെടുന്നു. സഖാന ഹൈറല്ല, അത് അയാൾക്ക് ഗുണകരമായി തീരുന്നു. അതിനാൽ ഇത് തൗഹീദിന്റെ മസായിലിൽപ്പെട്ടതും ഈ ആയത്തുകളും ഹദീസുകളും തൗഹീദിന്റെ മസായിലുകൾക്കുള്ള അദില്ലത്തുമാണ് എന്നാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി അതിന്റെ മസലകൾ നമുക്ക് നോക്കാം. അധ്യായം കഴിഞ്ഞു, ഇനി മസലകൾ. ഒന്ന്, തഫ്സീറു ആയത്തി തഗാബുൻ. തഗാബുനിലെ 11ാമത്തെ ആയത്തിന്റെ തഫ്സീർ. 11ാമത്തെ ആയത്ത് തുടങ്ങുന്നത് മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാഹ് വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. അതിന്റെ വ്യാഖ്യാനം താബിഈന്മാരിൽ ഏറ്റവും അഗ്രേസരനായ അൽഖമത്ത് ബിൻ ഖൈസ് പറഞ്ഞിട്ടുള്ളത്
റഈസുൽ മുഫസ്സിരീൻ ഇബ്നു ജരീർ അത്ബരി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ക്രോഡീകരിച്ച് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ഈ ആയത്തിന്റെ അർത്ഥം, ഒരു മനുഷ്യൻ അയാൾക്ക് മുസീബത്ത് ബാധിക്കുന്നു, ആ പരീക്ഷണത്തെ അയാൾ മനസ്സിലാക്കുന്നത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അതിനാൽ ഫയറുല്ലാഹു വയുസല്ലിം, ഇത് അള്ളാഹു അവന്റെ ഇൽമിൽ മുൻകഴിഞ്ഞത്, അവൻ രേഖപ്പെടുത്തിയത്, അവനതിന്റെ സന്ദർഭത്തിൽ അവന്റെ മശിയത്ത് പ്രകാരം പുലർത്തിയത്, ഇതിനവന് നല്ല ഒരു ഹിക്മത്ത്, നല്ല ഹൈറായ ഹിക്മത്ത് അള്ളാഹ്ക്കുണ്ട് എന്നവൻ വിശ്വസിക്കുന്നു. അപ്പോൾ അയാളുടെ ഹൃദയത്തിന് അള്ളാഹു ഹിദായത്ത് കൊടുക്കുന്നു. അത് തൃപ്തിയോടെ ഏറ്റുവാങ്ങുവാനും അതിന് അന്യനാ കീഴ്പ്പെടാനുമുള്ള തൗഫീഖ് അയാളുടെ മനസ്സിന് പ്രതിഫലമായിട്ട് അള്ളാഹു നൽകുന്നു. യഹ്ദി ഖൽബഹു വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. ഈ വ്യാഖ്യാനമാണ് അതിന്റെ വ്യാഖ്യാനം. രണ്ടാമത്തേത് അന്ന ഹാദാ മിനൽ ഈമാനി ബില്ലാഹ്, ഇത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ, തൗഹീദി വിശ്വാസത്തിന്റെ ഭാഗമാണ്. തൗഹീദി വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നത് പറയാൻ കാരണം എന്തുകൊണ്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെയാണ്. നേരത്തെ ഞാൻ വായിച്ചതുപോലെ ഒരു ഉപകാരം നമുക്ക് വരുത്തുന്നത് അല്ലാഹുവാണ്, അതുപോലെ ഒരു മുസീബത്ത് വരുത്തുന്നതും അള്ളാഹു മാത്രമാണ്. അള്ളാഹു അല്ലാതെ മറ്റൊരാളും നമുക്കൊരു ഉപകാരമോ ഒരു ഉപദ്രവമോ വരുത്തില്ല. അള്ളാഹ് നമുക്ക് ചില മുസീബത്തുകൾ നൽകുന്നത് ഹൈറായ ചില ലക്ഷ്യത്തിന് വേണ്ടിയാണ്. അതിനാൽ അതിന് നമ്മൾ കീഴ്പ്പെടുകയും അതിൽ നമ്മൾ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്യണം. മറിച്ച് ഒരു മുസീബത്ത് വരുമ്പോൾ മനസ്സ് അത് സ്വീകരിക്കാൻ ഒരാൾ തയ്യാറില്ലാതെ അതിനോട് പരിഭവപ്പെടുകയാണെങ്കിൽ അള്ളാഹുവിനുള്ള വിശ്വാസം അവന് അവൻ മാത്രമാണ് ഗുണവും ദോഷവും ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാതെ അള്ളാഹുവിനുള്ള വിശ്വാസത്തിന്റെ കുറവ്, അവൻ തേജസ്സിലുള്ള വിശ്വാസാലിസത്തു. മൂന്നാമത്തെ മസല അത്തഅ്നു ഫിന്നസബ്, നസബിനെ കുറിച്ച് അധിക്ഷേപിക്കുക, തറവാടിനെ കുറിച്ച് അധിക്ഷേപിക്കുക. അതും ഇപ്രകാരം തന്നെയാണ്. നമ്മൾ എവിടെ ജനിക്കണം, ഏത് കാലത്ത് ജനിക്കണം, ഏത് മാതാപിതാക്കൾക്ക് ജനിക്കണം, ഏത് തറവാട്ടിൽ ജനിക്കണം, നമ്മുടെ ശാരീരികവും മാനസികവുമായ കഴിവുകേടുകളും എന്തൊക്കെയാകണം, ഇതൊന്നും നമ്മുടെ കയ്യിൽപ്പെട്ടതല്ല. ഇതൊക്കെ അള്ളാഹ് നമുക്ക് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വാതന്ത്ര്യം തന്നിരുന്നുവെങ്കിൽ ആരും ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഒരു കുട്ടി ജനിക്കണുണ്ടാവില്ല. ഒക്കെ ഈ പറഞ്ഞ ഉമ്മാക്കും വാപ്പാക്കും കുടുംബത്തിലൊന്നും ആവില്ല, വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും. മറിച്ച് ഇത് നമുക്ക് ഓപ്ഷൻ ഇല്ലാത്ത, അള്ളാഹ് നമുക്കൊരു സ്വാതന്ത്ര്യം നൽകാത്ത, അള്ളാഹ് നമ്മുടെ മേലിൽ വിധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരിക്കെ ഒരാൾ നല്ല തറവാട്ടിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഒരാൾ ഒരു മോശപ്പെട്ട തറവാട്ടിൽ പറഞ്ഞു എന്നതിന്റെ പേരിൽ ഒരാളെ പുകഴ്ത്താനും ഒരാളെ ഇകഴ്ത്താനും നിൽക്കുന്നത് അള്ളാന്റെ തഖ്ദീറിൽ ഒരാൾ വേണ്ടതുപോലെ വിശ്വസിക്കാത്തതിനാലാണ്. അതുകൊണ്ട് തന്നെയാണ് തഅ്നുൻ ഫിന്നസബ് എന്ന് പറയുന്നത് കുഫ്റായി തീർന്നത്, കുഫ്റായി തീർന്നത്. അത് തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് വിരുദ്ധമായി തീർന്നിട്ടുള്ളത്. ഇനി ഒരാൾ ഉന്നതമായ തറവാട്ടിൽ പറഞ്ഞ അമ്മാന്റെ അടുക്കൽ എന്തെങ്കിലും കിട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്നത്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നത്, ഒന്നാമനാക്കി തീർക്കുന്നത് അവന്റെ കർമ്മങ്ങളാണ്, അവന്റെ ചെയ്തികളാണ്, അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ്. ഒരാൾ പ്രവർത്തനം കൊണ്ട് പിന്നിലായി പോയ ഒരാളെ തറവാടിത്തം മുന്നിലേക്ക് എത്തിക്കില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അർറാബിഅതു ശിദ്ദത്തുൽ വഈദ് ഫീ മൻ ളറബൽ ഹുദൂദ് വശഖൽ ജുയൂബ് വദഅ ബിദഅവൽ ജാഹിലിയ്യ. ഒരാൾ അള്ളാഹുവിന്റെ ഖദായിലും ഖദറിലുമുള്ള തസ്ലീമിന്റെ കുറവ് കാരണത്താൽ, റിളയുടെ കുറവ് കാരണത്താൽ മുഖത്തടിക്കുകയോ അല്ലെങ്കിൽ ജുയൂബുകൾ മാരടം വലിച്ചു വീറുകയോ അല്ലെങ്കിൽ ജാഹിലിയ്യത്തിന്റെ വാദഗതികൾ വെച്ചുപുലർത്തുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ, അതിന് ശിദ്ദത്തുൽ വഈദ്, കഠിനമായ താക്കീതാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ച് പറഞ്ഞത്, അത് മനുഷ്യന്റെ പ്രകൃതിയിലുള്ള, അവന്റെ സൃഷ്ടിപ്പിൽ തന്നെയുള്ള ദുൽമിന്റെയും ജഹ്ലിന്റെയും ഭാഗമാണ്. രണ്ട് കാര്യം ജനങ്ങളിൽ ഉള്ളതാണ്. അത്
ജനിക്കുമ്പോൾ അവൻ കൊണ്ടുവരുന്നതൊക്കെ തന്നെയാണ് ഈ ദുസ്വഭാവം. അത് ഉൽമിലും ജഹലിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്, അതിന്റെ ഭാഗമാണ്. പക്ഷെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ പാടില്ല. ഈമാന് കൊണ്ട്, ഇൽമു കൊണ്ടും ഈമാന് കൊണ്ടും തഖ്വ കൊണ്ടും അതുപോലെ തന്നെ സുഹൃതങ്ങൾ കൊണ്ടും അതിനെ കഴുകി തുടച്ച് വൃത്തിയാക്കി നല്ല നിലക്കൊരു മനുഷ്യൻ പോകണം. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യം ചെയ്യുന്ന ആളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് കുഫ്റാണ് എന്നും അതുപോലെ തന്നെ ലൈസ മിന്ന എന്നുമാണ്. അത് കുഫ്റാൻ എന്ന് പറഞ്ഞാൽ കുഫ്റുൻ ദൂന കുഫ്റാൻ, ലൈസ മിന്ന എന്ന് പറഞ്ഞാൽ നമ്മിൽപ്പെട്ടവനല്ല എന്ന് മാത്രം പറയലാണ്. പിന്നെ ഇതിനെ വിശകലനം ചെയ്തിട്ട് അതിന്റെ ഭംഗി അത് നമ്മൾ കളയാൻ പോകേണ്ടതില്ല. അത് ശിദ്ദത്തുൽ വഈദ് വഫീഹി അത്തഗ്ലീബു ഫിൽ സജ്ർ, അങ്ങേറ്റത്തോളം ശക്തമായി വിലക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അൽ മസ്അലത്തുൽ ഖാമിസത്തു അലാമത്തു ഇറാദത്തില്ലാഹി ബിഅബ്ദിഹിൽ ഖൈർ. അല്ലാഹു ഒരു അടിയാന് നന്മ ഉദ്ദേശിച്ചു എന്ന് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുക? അതിന്റെ അടയാളം എന്താ? അതിന്റെ അടയാളം ദുനിയാവിൽ തന്നെ പരീക്ഷണം കൊടുത്ത് ഒരാളെ ശിക്ഷിക്കുന്നുവെങ്കിൽ ആ അടിമയെ അള്ളാഹു ആ അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ട്. പരീക്ഷണമുള്ള ഒരാളെ കാണുമ്പോ നമ്മൾ അയാൾ ഏറ്റവും മോശക്കാരെന്ന് കരുതരുത്. ഒരു പരീക്ഷണമല്ലാതെ ധിക്കാരത്തിൽ പോകുന്ന, ഇസ്തിദ്റാജിൽ പോകുന്ന ആളാണ് ഏറ്റവും വലിയ ഹതഭാഗ്യവാൻ. മറിച്ച് പരീക്ഷണം ഉണ്ടെങ്കിൽ അത് അള്ളാഹു അയാൾക്ക് ഖൈർ ഉദ്ദേശിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അജ്ജല ലഹു അൽ ഉഖൂബത ഫിദ് ദുനിയ ഇദാ അറാദ അല്ലാഹു ബിഅബ്ദിഹി അൽ ഖൈർ അജ്ജല ലഹു അൽ ഉഖൂബത ഫിദ് ദുനിയ എന്ന ഹദീസിൽ വന്നത്. രണ്ടാമത്തേത് അസ്സാദിസത്തു അലാമത്തു ഇറാദത്തില്ല ബിഅബ്ദിഹി അശ്ശർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാന് ശർ ഉദ്ദേശിച്ചതിന്റെ ലക്ഷണം ആ ലക്ഷണമായി പറഞ്ഞിട്ടുള്ളത് അംസക അൻഹു ബിദംബി, അംസക അൻഹു ബിദംബി. അയാൾ ഒരുപാട് നന്മ ചെയ്തിട്ടും അള്ളാഹു ഒരു പരീക്ഷണവും കൊടുക്കാതെ ഒരു ശിക്ഷയും കൊടുക്കാതെ അള്ളാഹു നിയന്ത്രിച്ചിരിക്കുകയാണ്. അയാൾക്ക് സാവകാശം കൊടുക്കുന്നു, സ്വാതന്ത്ര്യം കൊടുക്കുന്നു, സൗകര്യം കൊടുക്കുന്നു, തെറ്റുകൾ നടത്താൻ വേണ്ടി ഇസ്തിദ്റാജ് ചെയ്തു വിടുന്നു. അതാണ് അള്ളാഹു ഒരാൾക്ക് ശർറാൻ ഉദ്ദേശിച്ചു എന്നതിന്റെ ലക്ഷണം. അസ്സാബിഅതു അലാമത്തു ഹുബ്ബില്ലാഹി ലിൽ അബ്ദ്. അല്ലാഹു അടിയാനെ സ്നേഹിക്കുന്നു എന്നതിന്റെ ലക്ഷണം എന്താ? അതിന്റെ ലക്ഷണം അൽ-ഇബ്തിലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൂട്ടരെ സ്നേഹിക്കുകയാണെങ്കിൽ ഇബ്തലാഹും, അത് ഹദീസിൽ പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദാ ഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അവരെ പരീക്ഷിക്കും. പരീക്ഷണം വരുന്നു എന്നത് അല്ലാഹു അവനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. പിന്നെ തഹരീമുസ് സഖത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ചിട്ടുള്ള ഏതൊരു വിധിയാകട്ടെ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള കറാഹിയത്തും ഉണ്ടാകാൻ പാടില്ല. സഖത്തിന്റെ അർത്ഥം കറാഹിയ, ഒരു കാര്യത്തോട് തൃപ്തിയില്ലാതിരിക്കലും അതിനോട് വെറുപ്പ് തോന്നലുമാണ്. ഒരു മുസീബത്ത് ജീവിതത്തിൽ വന്നാൽ തൃപ്തിയില്ല, വെറുപ്പ് തോന്നാനല്ല. ഇതിലൊരു ഖൈറുണ്ട്. ഇത് ആദ്യം എന്റെ മനസ്സിൽ അല്ലാഹു ഹിദായത്ത് നൽകും. ഏത്? അള്ളാഹുവിന്റെ ഈ വിധി തൃപ്തിപ്പെടാൻ, അതിന്റെ അന്യത കീഴ്പ്പെടാനുള്ള. പിന്നെ ദുനിയാവിൽ ഇപ്പൊ എനിക്ക് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള കഷ്ടനഷ്ടം എന്താണോ അതൊരു പക്ഷേ അള്ളാഹു എനിക്ക് ഉടനെ തന്നെ പരിഹരിച്ചു തരും. ചിലപ്പോൾ അതിനേക്കാളും നല്ലത് വേറെ തരും, അത് വേറെ തരും. അതുകൊണ്ട് തന്നെ അതിനോട് വെറുപ്പ് തോന്നരുത്. ഈ മുസീബത്ത് അത് ഖൈറിനാണ്, അള്ളാഹ്ക്ക് ചില ഹിക്മത്തുകളുണ്ട്, അത് ഖൈറിനാണ് എന്നാണ് കരുതേണ്ടത്. അത്താസ്യാത്തു സവാബുർ റിളാ ബിൽ ബലാ. പരീക്ഷണം വരുമ്പോൾ അതിൽ ഒരാൾ തൃപ്തിപ്പെട്ടാൽ അതിനുള്ള പ്രതിഫലം എന്താണ്? അതിനുള്ള പ്രതിഫലം രണ്ടാണ്. ഒന്ന്, തൃപ്തിപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റിള അയാൾക്ക് കിട്ടും. രണ്ടാമത്തേത്, ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു അയാൾക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഖൈറായ ഒന്ന് അള്ളാഹു തഅദീം ചെയ്തു കൊടുക്കും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കൊടുക്കും. ഇത് രണ്ടും അതിന്റെ പ്രതിഫലമായി പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യം പറഞ്ഞതാണ് ഏറ്റവും വലുത്. ദുനിയാവിലും പരലോകത്തും അള്ളാന്റെ നില കിട്ടിയാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലുത്. പിന്നെ അതിന് പുറമെ അങ്ങനെ ക്ഷമിക്കുന്ന ഒരാൾക്ക്, അതിൽ നില കാണിക്കുന്ന ഒരാൾക്ക് അതിന് ഖൈറായ ഒരു കാര്യം അള്ളാഹ് അയാൾക്ക് തഅദീം, അയാൾക്ക് പകരമായിട്ട് നൽകുകയും ചെയ്യും. മരിച്ചത് വിളിച്ചു പറയൽ ഈ ഹദീസിന്റെ പരിധിയിൽ വരുമോ? വരും. ഇമാം അഹ്മദ്, സുഫിയാൻ സൗരി അവരൊക്കെ വഈദിന്റെ നുസൂസുകൾ വ്യാഖ്യാനിക്കുന്നത് എതിർത്തിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സുഫിയാൻ സൗരി എന്ന് പറഞ്ഞ രണ്ട് സുഫിയാന്മാരുണ്ട്. ഒന്ന് സുഫിയാൻ സൗരി, മറ്റൊരു സുഫിയാൻ ഇബ്നു ഉയൈന. സുഫിയാൻ ഇബ്നു ഉയൈന പറഞ്ഞിട്ടുണ്ട്. പിന്നെ മരിച്ചത് വിളിച്ചു പറയുന്നത് ഈ ഹദീസിന്റെ പരിധിയിൽ വരും എന്നുള്ളതാണ്. നഅ്യ്
നഴി നടത്തുക എന്നുള്ളത്. ഒരാൾ മരിച്ചിട്ടുള്ള കാര്യം ഉച്ചത്തിൽ വിളിച്ചു പറയുക എന്നുള്ളത് ഞങ്ങൾ അതിനെ കണ്ടിരുന്നത് ജാഹിലിയ്യത്തിൽ വിലക്കിയിട്ടുള്ള ജാഹിലിയ്യത്തിന്റെ കാര്യമായി മസായിൽപ്പെടുത്തി റസൂലുള്ള വിലക്കിയിട്ടുള്ള നിയാഹത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മൈക്കെട്ടി വിളിച്ചു പറഞ്ഞു പോകുക എന്നുള്ളത് നിയാഹത്തിന്റെ ഭാഗമാണ്. هذا والله تعالى أعلم. صلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.